This meeting is being recorded. Okay. Hello everyone. Good evening all. Good evening. Good evening. എൻ്റെ പേര് ജസീന. ഞാൻ കോഴിക്കോട് ജില്ലയിലാണ് താമസിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലേക്കടുത്ത് വടകരയിലെ മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപികയായി ജോലി ചെയ്തു വരികയാണ്. കൂടാതെ വിംബിൾ അക്കാദമിയുടെ പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സിലെ 19ാമത്തെ ബാച്ചിലെ സ്റ്റുഡൻ്റ് കൂടിയാണ്. നമ്മളിപ്പോൾ സംവദിച്ചുകൊണ്ടിരിക്കുന്നത് വിംബിൾ അക്കാദമി സംഘടിപ്പിക്കുന്ന പ്രൊഫഷണൽ ട്രെയിനേഴ്സ് ടോക്കിലാണ്. ഇതിലേക്ക് ഈ പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സിലേക്ക് ഞാൻ വളരെ യാദൃശികമായിട്ടാണ് എത്തിപ്പെട്ടത്. ഈ ട്രെയിനിങ് കോഴ്സിലെ സ്റ്റുഡൻസാണ് ഈ ട്രെയിനിങ് ടോക്കിൽ അവതാരകരായി എത്തുന്നത്. ഞാൻ ഇതിലേക്ക് വന്നത് വളരെ യാദൃശികമായിട്ടാണ്. അതായത് ഞാനൊരു ടീച്ചർ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എന്തെങ്കിലും പഠിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ ട്രെയിനിങ് കോഴ്സിൽ ജോയിൻ ചെയ്തത്. പക്ഷെ വിംബിൾ അക്കാദമി എനിക്ക് എല്ലാ സപ്പോർട്ടും തന്നു. ഇതിലുള്ള 19th ബാച്ചിലെ എല്ലാവരും ഇപ്പോൾ വിംബിൾ അക്കാദമിയുടെ കീഴിലുള്ള ഈ പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ സാധ്യതകൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതായത് നമുക്ക് സൊസൈറ്റിയിൽ ഇറങ്ങി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു ട്രെയിനറാവാൻ എന്തുകൊണ്ടും യോഗ്യതയുള്ള എല്ലാവർക്കും വിംബിൾ അക്കാദമി ഒരുക്കി തരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് പ്രൊഫഷണൽ ട്രെയിനേഴ്സ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോം. ഇതിൽ ഇന്ന് നമ്മളോട് സംവദിക്കാൻ വരുന്നത് അർച്ചന മാം ആണ്. അർച്ചന മാം ഒരു ലോയറാണ്, കൂടാതെ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റാണ്. 19th ബാച്ചിലെ സ്റ്റുഡൻറ്റും ട്രെയിനറും കൂടിയാണ്. കൂടാതെ നല്ലൊരു കമ്മ്യൂണിക്കേറ്ററും കൂടിയാണ് അർച്ചന മാം. എല്ലാ ഭാഷകളും അനായാസേന കൈകാര്യം ചെയ്യാൻ കഴിവുള്ള അർച്ചന മാമിനെ ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്ന് ഇതിലേക്ക് എത്തിച്ചേർന്ന മുഴുവൻ പേരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അർച്ചന മാം ഓക്കെ അല്ലേ? ഓക്കെ. Thank you, Jasina ma'am. So, good evening, everyone. Audible ആണോ? Audible ആണ്. Audible ആണ്. താങ്ക് യു. അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷൻ തുടങ്ങാം. സെഷന്റെ ടോപ്പിക് എല്ലാവർക്കും അറിയുമായിരിക്കും. ബ്രിഡ്ജിങ് ദ ഗ്യാപ്പ്, റീകണക്റ്റിംഗ് ഡിസ്റ്റന്റ് ആൻഡ് ഡിസ്കണക്റ്റഡ് കപ്പിൾസ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പൊ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ചിലവർക്ക് ഒരു ഐഡിയ ഉണ്ടാവും ഇത് ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യാനും ഡിസ്റ്റന്റ് ഡിസ്കണക്റ്റഡ് കപ്പിൾസിനെ കുറിച്ച്, അതേ ദമ്പതികളെ കുറിച്ച് പറയുന്ന ഒരു സെഷനാണ് എന്നുള്ളത്. അപ്പൊ ആദ്യം തന്നെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ ഡിസ്കണക്റ്റഡ് കപ്പിൾസ് അല്ലെങ്കിൽ ഇമോഷണൽ ഡിസ്കണക്ഷൻ എന്നുള്ളൊരു വാക്ക് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? യെസ് ഉണ്ട്. എന്താണ് സൂസൻ മാം ഇമോഷണൽ ഡിസ്കണക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്? അതായത് ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് ഇന്ററാക്ട് ചെയ്യുകയും ഒരു പോസിറ്റീവ് ഇതിലാണ് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നത്. പക്ഷെ ഒരു ഇമോഷണൽ കണക്ഷൻ ഇല്ലാതെ വരുമ്പം നമ്മൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും. കാരണം ഒരു കണക്ട് തോന്നത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ടൈം സ്പെൻഡ് ചെയ്യാനും അങ്ങനെ ഒരു സന്തോഷമുള്ള സമയം സ്പെൻഡ് ചെയ്യാനും ഒന്നും നമുക്കൊരു ഇമോഷണലി ഒരു കണക്ഷൻ ഒട്ടും ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യാനും ഒന്നും തോന്നില്ല. താങ്ക് യു സൂസൻ. അതായത് ഇങ്ങനെ രണ്ടുപേരുണ്ടാവും അവര് തമ്മിൽ ഇങ്ങനെ ഒരു കണക്ഷൻ ഇല്ല. അതാണ് ഇമോഷണൽ ഡിസ്കണക്റ്റഡ് എന്നുള്ള സിമ്പിൾ. ഇത് രണ്ട് പാർട്ട്നേഴ്സ് ആണെന്ന് വിചാരിക്കാം. ഈ പാർട്ട്നേഴ്സ് ഇങ്ങനെയായിരിക്കും എല്ലാം അവിടെ ഒന്നിച്ചുണ്ടാവും, പക്ഷെ അവർ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാവില്ല. ദാറ്റ് ഈസ് കോൾഡ് ഇമോഷണൽ ഡിസ്കണക്ഷൻ എന്ന് പറയുന്നത്. സോ സിംപ്ലി സ്പീക്കിംഗ്, ഇമോഷണൽ ഡിസ്കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ഫീലിംഗ് ക്ലോസ്നെസ് ടു ദി അതർ.
സപ്പോർട്ടഡ് ആണ്. ആ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ എന്നെ മറ്റേയാൾ മനസ്സിലാക്കുന്നുണ്ടെന്നോ അല്ലെങ്കിൽ ഞാൻ അയാളായിട്ട് എന്തെങ്കിലും ഒരു ഇമോഷണൽ, മാം പറഞ്ഞ മാതിരി ഇമോഷണലി കണക്റ്റഡ് ആണെന്നോ തോന്നാതിരിക്കുന്ന ഒരു അവസ്ഥ എന്നുള്ളതാണ്. ഒരേ ഗ്രഹത്തിൽ ഒരേ വീട്ടിൽ താമസിക്കുന്ന 2 പേരായിരിക്കും, പക്ഷെ അവര് തമ്മിൽ ഇമോഷണൽ കണക്ഷൻ ഉണ്ടാവില്ല. പക്ഷെ അവർ ദമ്പതികളാണോ ആണോ, ഭാര്യയും ഭർത്താവാണ്, അതെ, അവർ രണ്ടുപേരുടെയും കാര്യങ്ങൾ പരസ്പരം ചെയ്യുന്നില്ലേ, ചെയ്യുന്നുണ്ട്. വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നില്ലേ, ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ വ്യക്തികൾ തമ്മിലുള്ളൊരു മാനസിക അടുപ്പം കുറഞ്ഞ് കുറഞ്ഞ് ഇല്ലാണ്ടാവുന്നതാണ് ഇമോഷണൽ ഡിസ്കണക്ഷൻ എന്ന് പറയുന്നത്. അതിനൊരു സിമ്പിൾ ഒരു ഉദാഹരണം പറയാം. ഒരു 2 ദമ്പതികൾ, അഞ്ജലി രമേശ് എന്ന് പേരിരിക്കട്ടെ. അവർ രണ്ടുപേരും വിവാഹം കഴിച്ച് ഒരു 12 വർഷം കഴിഞ്ഞു. 12 വർഷം കഴിഞ്ഞപ്പോൾ അവര് സ്നേഹിച്ചാണ് കല്യാണം കഴിച്ചത്, നല്ല എൻജോയ് ചെയ്തു, ഒരുപാട് രാജ്യങ്ങൾ കറങ്ങി, 2 മക്കളായി, രണ്ടുപേരും പ്രൊഫഷണലി വെൽ എക്വിപ്ഡ് ആണ്, നല്ല ജോബാണ്, പൊസിഷനാണ്, സാമ്പത്തികമായി എല്ലാം ഓക്കെയാണ്. പക്ഷെ അവരുടെ ഡെയിലി കോൺവെർസേഷൻ എന്ന് പറയുന്നത് എന്തിലേക്ക് എത്തി? മോനെ നീ സ്കൂളിൽ നിന്ന് വിളിച്ചോ, പിള്ളേർ ഉറങ്ങിയോ, ഫുഡ് എടുത്ത് വെക്കേ, ആ ശരി എന്നാ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, പാലിന്റെ പൈസ കൊടുത്തു, കറണ്ട് ബില്ല് അടച്ചു. സോ അവരുടെ റിലേഷൻഷിപ്പില് പ്രാധാന്യം എന്ന് പറയുന്നത് ഈ ഫ്രിവലസ് കാര്യങ്ങൾ മാത്രമായി മാറുന്നു. ദാറ്റ് ഇസ് കോൾഡ് ഇമോഷണൽ ഡിസ്കണക്ഷൻ എന്ന് പറയുന്നത്. സോ ഒരുപാട് റീസൺസ് ഉണ്ട്, സയൻസ് ഉണ്ട് അല്ലെ, ഇമോഷണൽ ഡിസ്കണക്ഷൻ ആണെന്ന് ചിലവർക്ക് മനസ്സിലാവും, ചിലർക്ക് മനസ്സിലാവില്ല. പക്ഷെ എന്നാലും നമുക്കൊരു 4 സയൻസ്, പ്രധാനപ്പെട്ട അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള 4 സയൻസ് നമുക്ക് നോക്കാം. സോ സയൻസ് ഓഫ് ഡിസ്കണക്ഷൻ, ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മിനിമൽ സർഫസ് ലെവൽ കോൺവേഴ്സേഷൻ എന്ന് പറയുന്നതാണ്. നമ്മളിപ്പോ പറഞ്ഞ പോലെ മേൽത്തട്ടിലുള്ള സാധാരണ ഫ്രിവലസ് ആയിട്ടുള്ള പ്രാധാന്യമില്ലാത്ത ചർച്ചകൾ മാത്രം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പാലിന്റെ പൈസ അടയ്ക്കാനുണ്ട്, ഇന്ന് വരുമ്പോൾ നിങ്ങൾ സവാള മേടിച്ചിട്ട് വരുമോ, നാളെ രാവിലെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാൻ 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. ഇങ്ങനെ സൂപ്പർ ഫിഷ്യലായിട്ടുള്ള മേൽത്തട്ടിൽ കിടക്കുന്ന സാധാരണയുള്ള കമ്മ്യൂണിക്കേഷൻ മാത്രമായി മാറുക എന്നുള്ളത്. രണ്ടാമത്തത് ഇൻക്രീസ്ഡ് ഇറിറ്റബിലിറ്റി ഓർ അവോയ്ഡൻസ് എന്ന് പറയുന്നത്. ഭാര്യ എന്തെങ്കിലും പറഞ്ഞോട്ടെ അല്ലെങ്കിൽ ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞോട്ടെ, പാർട്ട്നേഴ്സിന് ഒരാൾക്ക് പറയുന്നത് മറ്റേ ആൾക്ക് പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവാം. നിങ്ങൾ എന്നാലും എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ, നീ എന്താ അത് ചെയ്യാതിരുന്നത്, എന്നോട് ഞാനത് വാങ്ങാം. അത് എന്തും വളരെ നിസാരമായ കാര്യങ്ങളായിക്കോട്ടെ, ആ നിസാരമായ കാര്യങ്ങൾക്ക് പോലും പാർട്ട്ണറിന് ദേഷ്യം വരിക എന്നുള്ളതാണ് ഒന്ന്. പിന്നെ അവോയ്ഡൻസ്, അതായത് ഓഫീസ് കഴിഞ്ഞ് വരുന്ന ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് വരുമ്പോൾ പാർട്ട്ണർ എണീറ്റ് അകത്തേക്ക് പോവുക, അല്ലെ, അല്ലെങ്കിൽ പെട്ടെന്ന് ബിസിയായി ഫോൺ വിളിച്ച് അങ്ങനെ ബെഡ്റൂമിലേക്ക് കയറുക, വാതിലടയ്ക്കുക. അതാണ് അവോയ്ഡൻസ്. തേർഡ് വൺ ഇസ് ലാക്ക് ഓഫ് എഫെക്ഷൻ ഓർ ഫിസിക്കൽ ഇന്റിമസി എന്ന് പറയുന്നത്. ലാക്ക് ഓഫ് എഫെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? പാർട്ട്ണറിന്റെ മാനസിക അവസ്ഥകളെ മനസ്സിലാക്കാതിരിക്കുക, അവരെ ശ്രദ്ധിക്കാതിരിക്കുക, അവരോട് നല്ല രീതിയിൽ അടുപ്പത്തോടെ പെരുമാറാതിരിക്കുക, അല്ലെ, ഒരു തരത്തിലുള്ള എഫെക്ഷനും കാണിക്കില്ല അവിടെ. അതുപോലെ ഫിസിക്കൽ ഇന്റിമസി. നൗ വെൻ വി ടോക്ക് അബൌട്ട് ഫിസിക്കൽ ഇന്റിമസി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മൈൻഡിലേക്ക് സ്ട്രൈക്ക് ചെയ്യുന്നത് സെക്ഷൽ റിലേഷൻഷിപ്പ് ആയിരിക്കും, അല്ലെ. നമ്മൾ പക്ഷേ ഒരു ഫിസിക്കൽ ഇന്റിമസി എന്ന് പറയുമ്പോൾ ശരിയാണ്, ഒരു റിലേഷൻഷിപ്പിൽ അതിന് പ്രാധാന്യമുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതല്ല ഇവിടെ നമ്മൾ പറയുന്ന ഫിസിക്കൽ ഇന്റിമസി എന്ന് പറയുന്നത്. ഫിസിക്കൽ ഇന്റിമസി മീൻസ് പരസ്പരം ഇപ്പൊ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ഉരുള പാർട്ട്ണറിന് വാരി കൊടുക്കുക, അല്ലെ, അല്ലെങ്കിൽ ഇതിന് ഉപ്പ് കൂടുതലാണല്ലോ, നീ ഒന്ന് നോക്കിയേ എന്ന് പറഞ്ഞു വായിലേക്ക് കൊടുക്കുക, അല്ലെ. വൈകിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ നീ കഴിച്ചോ, ഇല്ലെങ്കിൽ വാ ഇവിടെ ഇരുന്ന് കഴിക്കുക എന്ന് പറയാം. ഒരു തിരക്കിട്ട റോഡ്, എന്നും റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഭാര്യയുടെ കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്നതൊന്നും സ്നേഹമാണ് ആയിരിക്കാം, പക്ഷെ അതാണ് എന്നല്ല. അതിലുപരി ഒരു തിരക്കുള്ള റോഡിൽ പെട്ടെന്ന് മുറിച്ചു കിടക്കുമ്പോൾ വൈഫ് കൂടെയുണ്ട്, അല്ലെ, നമ്മളൊന്ന് തിരിഞ്ഞു നോക്കി വാ എന്ന് പറഞ്ഞ ആ മൊമെന്റിൽ പ്ലാൻഡ് അല്ലാതെ നമ്മൾ പെട്ടെന്ന് കൈയൊക്കെ പിടിച്ചിട്ട് ക്രോസ് ചെയ്യും, അല്ലെ. ഇതൊക്കെയാണ് നമ്മൾ പറയുന്ന ഒരു ഫിസിക്കൽ ഇന്റിമസി എന്ന് പറയുന്നത്. ജോലിക്ക് പോകുമ്പോൾ പരസ്പരം ഹഗ് ചെയ്യുക, ആരോ ആയിക്കോട്ടെ, ആദ്യം വീട്ടിൽ നിന്ന് പുറത്തു പോകും. ചിലപ്പോൾ രണ്ടുപേരും വർക്കിംഗ് ആണെങ്കിൽ ചിലപ്പോൾ ഭാര്യ പോയി അരമണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും ഭർത്താവ് പോകുന്നത്. പോകുന്ന മുമ്പ് ഹഗ് ചെയ്തിട്ട് ഓക്കെ എന്നാ ശരി വൈകിട്ട് കാണാന്ന് പറയും. സോ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ടച്ച് പോലും ഭയങ്കര പ്രാധാന്യമുണ്ട് ഒരു റിലേഷൻഷിപ്പിൽ എന്ന് പറയുന്നത്. ദ ഫോർത്ത് വൺ ഇസ് ഫീലിംഗ് എലോൺ ഇൻ എ റിലേഷൻഷിപ്പ്. ഒരേ വീട്ടിൽ താമസിക്കുക, ദമ്പതികളായി ജീവിക്കുന്നു, പക്ഷെ എന്നാൽ പോലും ഐദർ ഓഫ് ദ പാർട്ട്നേഴ്സ് ഫീൽ ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് ആരുമില്ല, എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ എനിക്ക് ഒരാളില്ല എന്നൊരു തോന്നൽ തോന്നി തുടങ്ങിയാൽ ദാറ്റ് മീൻസ് ദർ ഇസ് ഡിസ്കണക്ഷൻ എന്നുള്ളതാണ്. സോ ഈ 4 ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും ആ റിലേഷൻഷിപ്പിൽ ഡിസ്കണക്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ ഡിസ്കണക്റ്റഡ് ആയി തുടങ്ങിയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഈ ഡിസ്കണക്ഷൻ ഉണ്ടാവുക അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ഡിസ്കണക്റ്റഡ് ആണ് എന്നൊരു പ്രയോഗം കേൾക്കാം, പക്ഷേ ഇല്ല PPT പ്രസന്റ് ചെയ്യുന്നില്ല.
നമ്മൾ ഡിസ്കണക്ഷൻ ഉണ്ടാവുന്നതിന് എന്താണ് കാരണം? കാരണങ്ങൾ പലതും ഉണ്ടാവും അല്ലെ. അപ്പോൾ ഇന്റേണൽ ആസ് വെൽ ആസ് എക്സ്റ്റേണൽ കോസസ് ആണ് ഈ ഡിസ്കണക്ഷൻ ഉണ്ടാവാൻ കാരണം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് നമുക്കത് എന്ന് നോക്കാം. സി, ഇന്റേണൽ കോസസ്, ബന്ധങ്ങളുടെ ഉള്ളിൽ തന്നെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ഈ ഡിസ്കണക്ഷന് വേണ്ടിയിട്ട് എന്നുള്ളത്. ഫസ്റ്റ് വൺ ഇസ് അൺമെറ്റ് ഇമോഷണൽ നീഡ്സ്. പ്രതീക്ഷിക്കാതെ നമ്മുടെ റിലേഷൻഷിപ്പിൽ ആരെങ്കിലും ഒരാൾക്ക് മാനസികമായ വിഷമങ്ങളോ പ്രശ്നങ്ങളോ എല്ലാം ഉണ്ടാവാം. പെട്ടെന്നായിരിക്കും അല്ലെ. ചിലപ്പോൾ ഒരാൾക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഐദർ ഓഫ് ദ പാർട്ട്ണറിന്റെ പാരന്റ് മരിച്ചു. ഒരു ഇമോഷണൽ അൺമെറ്റ് ഇമോഷണൽ നീഡ്സ്, ഇമോഷണൽ ആവശ്യങ്ങൾ ഉണ്ടാവുക. ഒരാൾക്ക് ഇമോഷണൽ ആയിട്ടുള്ള ഒരു ആവശ്യം ഉണ്ടാവുമ്പോൾ അല്ലെ, ഇപ്പൊ ഇൻ കേസ് ഇപ്പൊ ഞാനാണ്, എന്റെ പാരന്റ് മരിച്ചു, ഞാൻ ഇമോഷണലി ആകെ ഡൗൺ ആണ്, ഞാൻ എന്റെ അച്ഛനോട് ഭയങ്കര അറ്റാച്ച്ഡ് ആണ്, എന്റെ അച്ഛൻ മരിക്കുന്നു. അപ്പൊ എന്റെ പാർട്ട്ണർ അത് വളരെ ഒരു സർവ്വസാധാരണമായിട്ടുള്ള ഒരു കാര്യം കാണുന്നു, എന്നെ ആശ്വസിപ്പിക്കുന്നില്ല, എന്നെ കൂട്ടിച്ചേർത്തി പിടിക്കുന്നില്ല, പോട്ടെ സാരില്ല, എനിക്ക് മനസ്സിലാവുന്ന എന്റെ അറ്റാച്ച്മെന്റ്, പക്ഷെ ഞാനില്ലേ നിനക്ക്. ഒരു സിമ്പിൾ വാചകമാണ്. ഒരു പക്ഷേ പലപ്പോഴും റിലേഷൻഷിപ്പിൽ ആളുകൾ ഇത് പറയേണ്ടത് ഇമ്പോർട്ടന്റ് ആണോ, ഇതിന്റെ ഒരു ആവശ്യകത ഉണ്ടോ, നിനക്കെന്താ എന്നെ അറിഞ്ഞൂടെ, അവൾക്ക് എന്താ എന്നെ അറിഞ്ഞൂടെ, അവൻ എന്താ എന്നെ അറിഞ്ഞൂടെ എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട് പലവരും. പക്ഷെ ചില കാര്യങ്ങൾ അങ്ങനെയാണ്, നമ്മൾ ആ സിറ്റുവേഷൻസിൽ മനസ്സിലാക്കില്ല. തുറന്ന് പറയുമ്പോൾ മാത്രമാണ് മറ്റേ ആളത് പെർസീവ് ചെയ്യുന്നത്, മനസ്സിലാക്കി എടുക്കുന്നത്. സോ അൺമെറ്റ് ഇമോഷണൽ നീഡ്സ്, ഇമോഷണലി ഡൗൺ ആയിരിക്കുമ്പോൾ കിട്ടാത്ത സപ്പോർട്ട്. രണ്ടാമത് പുവർ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. റിലേഷൻഷിപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതാണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബിസി ആയിട്ടായിരിക്കും അല്ലെ, മനഃപൂർവ്വം ആവില്ല, പക്ഷെ എന്താണ്, നമ്മുടേന്ന് തോന്നുന്ന വ്യക്തികളോടായിരിക്കും നമ്മൾ പിന്നത്തേക്കെന്ന് പറഞ്ഞ് വെക്കുക അല്ലെ. നമുക്ക് പ്രധാനപ്പെട്ട പല കാര്യങ്ങളും വരുമ്പോൾ നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. ജോലിയിൽ പ്രശ്നങ്ങൾ വന്നു അല്ലെ, കുട്ടികൾക്കൊരു വയ്യായ വന്നു, നമ്മൾ അതിലൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കും, മനഃപൂർവ്വം അല്ല. പക്ഷെ എന്നാൽ പോലും ഗ്രാജുവലി വാട്ട് ഹാപ്പൻസ് ഇസ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു വരുമ്പോൾ പുറത്തുള്ള ഏതൊരു റിലേഷൻ ആണെങ്കിൽ പോലും അതുപോലെയാണ് പാർട്ട്ണറിനോടും. കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അകന്നകന്ന് പോകും എന്നുള്ളതാണ്. തേർഡ് വൺ ഇസ് ബിൽഡ് അപ്പ് റിസെന്റ്മെന്റ്. അതായത് ദേഷ്യം പിടിക്കുമ്പോൾ ഒരുപാട് ജോലിയുണ്ട്. ഇപ്പൊ ആരെങ്കിലും ഒരു പാർട്ട്ണർ എടുക്കുക, ഒരു ഹസ്ബൻഡ് ഓഫീസിൽ ഭയങ്കര പ്രഷറാണ്, കുറെ പൊളിറ്റിക്സ് ഉണ്ട് ഓഫീസിൽ, പ്രൊമോഷന്റെ ലിസ്റ്റ് വന്നു, പ്രതീക്ഷിച്ച പ്രൊമോഷൻ കിട്ടിയില്ല, സാലറി ഹൈക്ക് കിട്ടിയില്ല, സോ ഹീസ് ടോട്ടലി ആകെ അപ്സെറ്റ് ആണ് എന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള ഒരാള് വീട്ടിലേക്ക് വരുമ്പോൾ വൈഫ് പറയാണ്, നിങ്ങൾക്കറിയോ ഇന്ന് ഈ ചെക്കൻ എന്താ ചെയ്തേന്ന്, അവൻ അത് ചെയ്തു ഇത് ചെയ്തു. നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് അങ്ങ് ചൂടാവും, ദേഷ്യം വരും അല്ലെ. വി വിൽ ഷൗട്ട് അറ്റ് അവർ പാർട്ട്ണർ എന്നുള്ളതാണ്. പക്ഷെ വാട്ട് ഹാപ്പൻസ് ഇസ് പാർട്ട്ണറിന് ഇതൊന്നും അറിയില്ല, ഓഫീസിലെ പ്രഷർ ഒന്നും അറിയില്ല. പക്ഷെ പെട്ടെന്ന് ചൂടാവുമ്പോൾ ആൻഡ് റിപ്പീറ്റഡ്ലി അത് സംഭവിക്കും, എന്താവും, പല കാര്യങ്ങളും എന്തിനാണ് പറയണ്ട എന്ന് പറഞ്ഞ് അവിടെ ഒഴിവാക്കും. അതല്ല, ഇനി വൈഫിനാണെങ്കിലും ദേഷ്യം വരുമ്പോൾ, ജോലി ഭാരം കൂടുമ്പോൾ, വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന ഒരുപാട് വുമൺ നമ്മുടെ ഇടയിൽ ഉണ്ടാവും. വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, ജോലി കാര്യങ്ങൾ നോക്കണം, ചെറിയ കുഞ്ഞുണ്ടെങ്കിൽ കുഞ്ഞിന്റെ കാര്യം സെറ്റിൽ ചെയ്യണം, തിരിച്ചു വന്നാൽ പഠിപ്പിക്കണം, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചെറിയ കാര്യങ്ങൾ പോലും പ്രൊവോക്ഡ് ദേഷ്യപ്പെടും എന്നുള്ളതാണ്. സോ അത്തരത്തിലുള്ള, അതായത് ബിൽഡ് അപ്പ് റിസെന്റ്മെന്റ് എന്നാണ്, കുഞ്ഞു 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 കാര്യങ്ങൾ, പലപ്പോഴായിട്ടുണ്ടായ കാര്യങ്ങൾ. ചിലപ്പോ എന്റെ ബർത്ത്ഡേ വിഷ് ചെയ്തില്ല, അപ്പൊ എനിക്കൊരു ദേഷ്യമുണ്ട് മനസ്സിൽ. പക്ഷെ നീ ബർത്ത്ഡേ വിഷ് ചെയ്തില്ലല്ലോ, നിങ്ങൾ എന്നെ വിഷ് ചെയ്തില്ലോ നമ്മൾ പറയുന്നില്ല, നമ്മളത് കൂട്ടിവെച്ചു. പിന്നെ സൺഡേ പുറത്ത് കൊണ്ടുപോകാം, സിനിമയ്ക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞു. സൺഡേ മേ ബി അന്ന് ടയേർഡ്, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഹസ്ബൻഡ് അങ്ങ് കടന്നുറങ്ങി കൊണ്ടുപോയില്ല. അപ്പൊ നമുക്കൊരു ദേഷ്യം. നമ്മൾ പറയണം ഹസ്ബൻഡിനോട്, നാളെ നിങ്ങളുടെ ഫേവററ്റ് കറി ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. നമ്മൾ കടന്നുറങ്ങി രാവിലെ എണീച്ചു, നമ്മൾ രാവിലെ ലേറ്റ് ആയിട്ട് എണീറ്റ് നമ്മൾ പ്ലാനൊക്കെ മാറ്റി, അന്നത്തെ ദിവസം ചിലപ്പോൾ നമ്മൾ എല്ലാം കൂടി വെട്ടിക്കൂട്ടി ഒരു ബിരിയാണി പോലെ ഉണ്ടാക്കി. അപ്പൊ ചിലപ്പം അതൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു ഹസ്ബൻഡ് ആണെങ്കിൽ അവൾ ഇന്നലെ എന്തൊക്കെ വീമ്പായിരുന്നു, എന്നിട്ട് എനിക്കൊരു സാധനം ഉണ്ടാക്കി തന്നില്ല. ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്, പക്ഷെ ഒരു ലോങ് റണ്ണിൽ ഇതൊരു ബിൽഡപ്പ് റെസിഡ്യൂ ആയി മാറും അല്ലെ. ഒരു വിളക്ക് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു വിളക്ക് ആഴ്ചക്ക് കഴുകുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, കാലങ്ങളോളം നമ്മൾ ഉപയോഗിക്കുന്നു, കഴുകുന്നില്ല എന്ന് വിചാരിക്കുക, കുറെ കഴിയുമ്പോൾ എന്താവും, അത് പച്ചയാവും, പിന്നെ ക്ലാവ് പിടിക്കും. എന്നിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ട് വെറുതെ നമ്മുടെ ഈ ലിക്വിഡ് കൊണ്ടുവന്ന് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അത് വെളുക്കുമോ? ഇല്ല, കുറെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഹാർഡ് വർക്ക് ചെയ്താലും വെളുക്കില്ല. ആ സിറ്റുവേഷനിലേക്കാണ് പലപ്പോഴും റിലേഷൻഷിപ്പ് വരുന്നത്. ഈ ആഴ്ചയിൽ ഒന്ന് കഴുകിയാൽ മതി, അഴുക്കെല്ലാം പിടിക്കും, എല്ലാത്തിനും പിടിക്കും, മനുഷ്യന്മാർക്കും മനസ്സിനും എല്ലാത്തിനും ഉണ്ടാവും അല്ലെ. നമ്മൾ മനുഷ്യന്മാരല്ലേ, സാധാരണ മനുഷ്യരാണ്, വി ഓൾ ഹാവ് ഫീലിങ്സ്.
നമ്മൾ എന്തൊക്കെ വീമ്പിളക്കിയാലും, ഞാൻ അങ്ങനെയാണ്, എനിക്കങ്ങനെ തോന്നാറില്ല, എല്ലാവർക്കും തോന്നും. അതൊരു നോർമൽ കോഴ്സാണ്. ഒരിക്കലെങ്കിലും തോന്നാത്ത വ്യക്തികൾ ഉണ്ടാവില്ല, അല്ലെ? നമ്മുടെ എല്ലാവരുടെയും മനസ്സതാണ്. അപ്പൊ നമ്മൾ അത് കഴുകി വൃത്തിയാക്കി കൊണ്ടുപോകും, ബിൽഡപ്പ് ആവാതെ ഇരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ദ ഫോർത്ത് വൺ ഇസ് ഫിയർ ഓഫ് വൾണറബിലിറ്റി. വാട്ട് യു മീൻ ബൈ ഫിയർ ഓഫ് വൾണറബിലിറ്റി? നമുക്ക് തുറന്നു പറയാൻ, അല്ലെ, തുറന്നു പറയാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക. പലപ്പോഴും നിങ്ങൾ ആരെങ്കിലും ഒക്കെ ചിന്തിച്ചിട്ടുണ്ടോ, ഞാനിത് പറയണോ, പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് എന്ത് തോന്നും? നമ്മളിപ്പോ ഒന്നും വേണ്ട, ക്ലാസ്സിൽ നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്തു, അപ്പൊ നമ്മളെ വളരെ നന്നായിട്ട് ക്ലാസ്സിൽ എല്ലാവരും വെരി ഗുഡ് അർച്ചന, നന്നായിട്ട് ചെയ്തു കേട്ടോ എന്നൊക്കെ പറഞ്ഞു എന്ന് വിചാരിക്കാം. അത് നമ്മളെ സംബന്ധിച്ച് ഒരു സന്തോഷമാണ്, അല്ലെ? അല്ലെങ്കിൽ ഇപ്പൊ സുസൻ മാം ഇന്നൊരു നല്ലൊരു കറി വെച്ചു എന്ന് വിചാരിക്കുക, അല്ലെ? മക്കള് നല്ല ഞാൻ കറി വെച്ചു, എന്നോട് എന്റെ ഫ്രണ്ട്സ് പറഞ്ഞു അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു എന്ന് മാമിനോട് പറഞ്ഞത് വീട്ടിൽ ഷെയർ ചെയ്യാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടാവും, ഇല്ലേ? ഏതൊരു മനുഷ്യനും ആഗ്രഹം ഉണ്ടാവും. പക്ഷെ പലപ്പോഴും വാട്ട് ഹാപ്പൻസ്, പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് എങ്ങനെയാണെന്ന് ചിന്തിച്ച് ചിന്തിച്ച് നമ്മളിത് ഷെയർ ചെയ്യില്ല, അല്ലെ? ഓ, എന്റെ കറി ഞാൻ കഴിക്കണതല്ലേ എന്ന് നമ്മുടെ പാർട്ട്ണർ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ. പിന്നെ നമ്മൾ അവിടെ നിന്ന് എന്ത് ഉണ്ടാക്കിയാലും, നമുക്ക് എന്ത് എപ്രിസിയേഷൻ കിട്ടിയാലും നമ്മൾ എന്ത് ചെയ്യും? വി വിൽ ബെറ്റർ ഓപ്റ്റ് നോട്ട് ടു ഷെയർ എന്നുള്ളതാണ്, അല്ലെ? ഇപ്പൊ നല്ലതല്ലെങ്കിൽ പോലും ഐദർ ഓഫ് ദ പാർട്ട്നേഴ്സ്, ഭാര്യ ആയിക്കോട്ടെ ഭർത്താവ് ആയിക്കോട്ടെ, അത് കുറച്ചെങ്കിലും എപ്രിഷിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഉൾക്കൊള്ളാൻ പഠിക്കുക. ആ ഫിയർ അവരിൽ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക, അല്ലെ? പലപ്പോഴും ഒരു കുറെ പാർട്ട്നേഴ്സിന്റെ ഇടയിൽ കണ്ടിട്ടുണ്ട്, എന്തെങ്കിലും പറയുമ്പോൾ തമാശയ്ക്ക്, അതൊരു തമാശയാണ്, ഒരു ഫ്രണ്ട്സും എല്ലാവരും കൂടി നിൽക്കും. ഐ ഹാവ് സീൻ പീപ്പിൾ ഡൂയിങ് ദാറ്റ്. എന്നോട് പേഴ്സണലി ഇപ്പൊ നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാർ പറയും, എന്നെ എപ്പോഴും കളിയാക്കും മാം, ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ ഞങ്ങൾ ഔട്ടിങ് പോകുമ്പോൾ എന്നോട് പറയാണ് അവന്റെ വൈഫ് എന്ത് അടിപൊളിയായിട്ട് ഓരോന്ന് ചെയ്യും, ഇവൾക്കൊന്നും അറിയില്ല. ഫ്രണ്ട്സ് എല്ലാവരും ഇരിക്കുമ്പോൾ പറയുന്നതാണ്, ആ സ്മിത എന്ത് നന്നായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുക, ഇവൾക്കൊന്നും അറിയില്ല, പൊട്ടിയാണ്, മണ്ടിയാണ്. സി വാട്ട് ഹാപ്പൻസ് ഇസ് ഓട്ടോമാറ്റിക്കലി ഡിസ്കണക്ഷന്റെ ഒരു കാരണമാണത്. നമ്മളെ നമ്മുടെ പാർട്ട്ണർ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ എങ്ങനെ വിലയിരുത്തും എന്നുള്ള പേടി കൊണ്ടും ബന്ധത്തിൽ വിള്ളൽ വരാം. Now these were the internal causes എന്നുള്ളതാണ്. Now let us see what are the external causes for this disconnection എന്നുള്ളത്. നമ്മുടെ കുടുംബത്തിൽ പാർട്ട്നേഴ്സിന്റെ ഇടയിൽ ഉണ്ടാവുന്ന പോലെ തന്നെ നമുക്ക് പുറത്തൊന്നും പ്രശ്നങ്ങൾ ഉണ്ടാവും. The first one is work stress എന്നുള്ളതാണ്. വർക്ക് സ്ട്രെസ് ആൻഡ് പാരന്റിങ്. ഇപ്പൊ ഒരു പുതിയതായി കല്യാണം കഴിഞ്ഞ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ, നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഹൗ സ്ട്രെസ്ഫുൾ ഇറ്റ് ഇസ്? നിങ്ങൾ എല്ലാവരും കുറച്ചു പേരെങ്കിലും പാരന്റ്സ് ആയിരിക്കില്ലേ? നിങ്ങൾക്ക് അറിയാം പാരന്റിങ് എന്ത് ടഫ് ജോബാണ്. അത് ചിലപ്പം ഹസ്ബൻഡിനായിരിക്കാം, ചിലപ്പോൾ വൈഫിനായിരിക്കാം. കാരണം രണ്ടുപേർക്കും സ്ട്രെസ് വരുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഇത്രയും കാലം, ഇപ്പൊ ഹസ്ബൻഡ്സ് ആണെങ്കിൽ ഇത്രയും കാലം സ്ക്രോൾ ചെയ്ത് ഇത് രസമായിരുന്നു ഓഫീസിൽ നിന്ന് വന്നപ്പോ, ഇപ്പൊ എങ്ങനെയാ? അതെ, കുഞ്ഞിനെ നോക്കിയാൽ ഞാൻ വല്ലതും ഉണ്ടാക്കാം. അപ്പൊ എന്താ ഈ പുലിവാലി, ഇതിന് താഴെയും വെക്കാൻ പറ്റൂല, കയ്യിലും വെക്കാൻ പറ്റൂല, റീലും നോക്കണം. സോ നമ്മുടെയൊക്കെ ലൈഫ് മാറും. സോ പാരന്റിങ് ഓട്ടോമാറ്റിക്കലി ഇറ്റ് കോസസ് സ്ട്രെസ്. പക്ഷെ ആ സ്ട്രെസ് കുറയ്ക്കുന്നത് എങ്ങനെയാണ്? പാരന്റിങ്ങിൽ രണ്ടുപേരും ചേർന്ന് കാര്യങ്ങളെല്ലാം ഡിവൈഡ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് പാരന്റിങ്ങിൽ സ്ട്രെസ് കുറയ്ക്കാം. ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, അല്ലെ? ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്, പക്ഷെ ചെയ്യാത്ത ആളുകളും ഉണ്ട്. സോ ദാറ്റ് ഓൾസോ കോസസ് സ്ട്രെസ്. കാലക്രമേണ, ഉടനെയല്ല, ഇന്ന് കുഞ്ഞ് ജനിച്ചു, നാളെ നിങ്ങൾ കുട്ടിയെ നോക്കില്ല, മറ്റന്നാൾ ഡിസ്കണക്ഷൻ ആയി, അതിന്റെ പിറ്റേ ദിവസം പിരിഞ്ഞു, അങ്ങനെയല്ല. ഗ്രാജുവലി വാട്ട് ഹാപ്പൻസ് ഇസ്, സ്ട്രെസ്ഡ് ആവുന്ന ആൾക്കാരെ ഐദർ ഓഫ് ദ പാർട്ട്നേഴ്സ് അവർ ചിന്തിക്കും, എന്തിന്, വൈ മീ, ഐ ആം ഡൂയിങ് എവറിത്തിങ് എന്നുള്ളത്. അതുപോലെ വർക്ക് സ്ട്രെസ്. സെക്കൻഡ് വൺ ഇസ് ലോങ് ഡിസ്റ്റൻസ്. ലോങ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, ദൂരെ താമസിക്കുന്ന പാർട്ട്നേഴ്സ് ആണെങ്കിൽ യു വിൽ ഹാവ് ടു പുട്ട് ആൻ എക്സ്ട്രാ എഫേർട്ട് എന്നുള്ളതാണ്. ദിവസം ഒന്നിച്ച് കാണുന്ന, ഒന്നിച്ച് ഡെയിലി കോൺവെർസേഷൻ ഉള്ള, ഒരേ കുടക്കീഴിൽ താമസിക്കുന്ന പാർട്ട്ണറിനേക്കാൾ കൂടുതൽ എഫേർട്ട് ഇടേണ്ടത് എപ്പോഴും ദൂരെ താമസിക്കുന്ന പാർട്ട്നേഴ്സ് ആണ്. ബിക്കോസ് നമുക്ക് ഡെയിലി അവരെ ഫുൾ ഡേ ഉള്ള കോൺവെർസേഷനോ, വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളോ, അവരുടെ എക്സ്പ്രഷൻസോ, മൂഡോ, ഇതൊന്നും നമുക്ക് ഡെയിലി കാണാൻ പറ്റുന്നില്ല, അല്ലെ? ഓവർ ദ ഫോൺ നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ ഒരു വീഡിയോ കോളിൽ കാണുന്നത്, അതിനപ്പുറത്തേക്ക് നമ്മൾ അറിയുന്നില്ല കാര്യങ്ങൾ. സോ ഞാനുണ്ട്, ഐ ആം ദെയർ, ഈവൻ ദോ ഐ ആം മൈൽസ് എപ്പാർട്ട്, ഐ ആം ദെയർ എന്ന് കാണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു എക്സ്ട്രാ എഫേർട്ട് ഇടുക തന്നെ വേണം. തേർഡ് വൺ ഇസ് ഹെൽത്ത് ഇഷ്യൂ ആൻഡ് ട്രോമ എന്നുള്ളത്. എന്താണ്? രണ്ട് പാർട്ട്ണറിൽ ആർക്കെങ്കിലും ഒരാൾക്ക് സീരിയസ് ഒരു അസുഖം വന്നു എന്ന് വിചാരിക്കാം, ഓട്ടോമാറ്റിക്കലി ആ റിലേഷനിൽ ഭയങ്കര പ്രഷർ വരും. പ്രഷർ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പ്രഷറിലും നമ്മൾ ആ റിലേഷൻഷിപ്പിനെ കൂട്ടിപ്പിടിക്കാൻ നോക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് അതുപോലെ ട്രോമ വന്നാലും ഇത് കുറച്ചു കാലം കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു എക്സാമ്പിൾ പറയാം. ഒരു പാർട്ട്ണർ, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അവർക്ക് 5 വയസ്സുള്ള ഒരു മോളാണുള്ളത്. ഒരു ഫ്യൂ ഇയേഴ്സ് ബാക്കുള്ള ഒരു കാര്യമാണ്.
ഇവർ ഒരു ദിവസം ഒരു മഴയത്ത് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഫ്രണ്ട് സീറ്റിൽ ഹസ്ബൻഡും വൈഫ് ഇരിക്കുന്നു, മോള് വൈഫിന്റെ മടിയിലാണ് ഇരിക്കുന്നത്. ഇവർ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ പെട്ടെന്ന് ഇവരെ ശ്രദ്ധ തെറ്റി ഈ കാറ് നേരെ പോയി ഒരു പോസ്റ്റിൽ ഇടിക്കുക ചെയ്തത്. ഈ പോസ്റ്റിൽ ഇടിച്ച സമയത്ത് ഈ മോള് 5 years ഉള്ള മോള് മരിച്ചു, സ്പോട്ടിൽ മരിച്ചു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് അങ്ങോട്ട് ആ ഒരു ഓട്ടോമാറ്റിക്കലി അവർ തമ്മിൽ ഒരു കോൺവെർസേഷൻ ഒക്കെ കുറഞ്ഞു. പിന്നെ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫിന് മാനസികമായി ഒരു തോന്നൽ വന്നു, ഇറ്റ് ഈസ് ഹസ്ബൻഡ്സ് ഫോൾട്ട്, പുള്ളിയെ കാരണമാണ് എൻ്റെ മോള് മരിച്ചത് എന്നുള്ളത്. ആൻഡ് ഇവരെന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇവർക്കും കുറെ പരിക്കുകൾ ഉണ്ടായിരുന്നു. ഓട്ടോമാറ്റിക്കലി ഇവരെ നോക്കാനുള്ള സൗകര്യം എന്നൊക്കെ പറഞ്ഞ് ഇവരെ അങ്ങോട്ട് ഇവരെ വീട്ടിൽ കൊണ്ടേയാക്കി. ഹി ലിവ്ഡ് ഇൻ ഹിസ് ഹൗസ് ആൻഡ് വൈഫിന്റെ ഹൗസിലാണ് ഈ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞ് താമസിച്ചത്. കുറച്ച് ദിവസം കഴിഞ്ഞ് ഇവർ റിക്കവറൊക്കെ ആയി വന്നു. പക്ഷെ ഇവരിങ്ങോട്ട് വരുന്നത് എന്താ പറയുക, നീണ്ടു പോയി. കുറച്ച് കഴിഞ്ഞ് സംസാരിച്ച് വന്നപ്പോഴാണ് ഈ ലേഡി പറയുന്നത് അവരുടെ ബിഹേവിയർ, അതായത് ഈ ആക്സിഡന്റ് കഴിഞ്ഞിട്ടുള്ള പുള്ളിയുടെ ബിഹേവിയർ വാസ് എൻറ്റയർലി ഡിഫറെന്റ്. പുള്ളി ഒരാളാണ് ഇത് ചെയ്തത്. വി ട്രൈഡ് എ ലോട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഈ ഇനീഷ്യൽ ഡേയ്സ് ഒന്നും അവര് റീകണക്ട് ചെയ്യാൻ, ആ ഒരു ട്രോമയിൽ അവരെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ യഥാർത്ഥ സംഭവം എന്താണെന്നുള്ളത് അവരിലേക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കാനോ ആരും ഒരു എഫേർട്ട് ഇട്ടില്ല. ഹസ്ബൻഡും ഇട്ടില്ല, റിലേറ്റീവ്സും ഇട്ടില്ല. ഓട്ടോമാറ്റിക്കലി മനുഷ്യനല്ലേ, അവർ ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിച്ച് അവർ ആ ഒരു ഇത് ഫിക്സ് ചെയ്തു, ഇറ്റ് ഈസ് ഹിസ് ഫോൾട്ട് എന്നുള്ളത്. ആൻഡ് ഇവൻച്വലി നമ്മൾ എത്രയൊക്കെ ട്രൈ ചെയ്തിട്ടും ദേ ഗോട്ട് ഡിവോഴ്സ്ഡ് എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു ഓപ്ഷൻ ഇല്ലാതായി. കാരണം അവരുടെ ആ ഒരു ട്രോമ വളരെ ഇൻഡെപ്തിലേക്ക് മാറി എന്നുള്ളതാണ്. സോ ട്രോമാസ് വരുമ്പോഴും സപ്പോർട്ട് വിടാതെയുള്ള ആ ഒരു കണക്ഷൻ നമ്മൾ നിലനിർത്തി തന്നെ കൊണ്ടുപോകണം. ചിലപ്പോൾ ഹസ്ബൻഡ് അങ്ങനെയൊന്നും കരുതിയിട്ടാവില്ല അല്ലെ. ലെറ്റസ് തിങ്ക് പോസിറ്റീവ് സൈഡ് ഓൺ ഹിസ് സൈഡ്. എന്തായിരിക്കും പുള്ളി വിചാരിച്ചിട്ടുണ്ടാവുക, അവൾക്ക് ഏറ്റവും കൂടുതൽ സമാധാനം കിട്ടുക അവളുടെ പാരന്റ്സിന്റെ കൂടെ നിൽക്കുമ്പോഴാണ്. ഈ സമയത്ത് കുഞ്ഞോ പോയി, അപ്പോൾ ഞാൻ എൻ്റെ പാരന്റ്സിന്റെ കൂടെ നിൽക്കുന്നതിനെയും കാട്ടി അവളുടെ പാരന്റ്സ് ആകുമ്പോൾ അവളെ കുറച്ചും കൂടി മനസ്സിലാക്കും അല്ലേ. നമുക്ക് അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല, ഓരോരുത്തർക്കും അവരുടേതായ റീസൺസ് ഉണ്ടാവും. സോ ഹസ്ബൻഡിന്റെ ആ തോട്ട് അങ്ങനെയായിരിക്കും വർക്ക് ചെയ്തിട്ടുണ്ടാവും. ബട്ട് വാട്ട് ഹാപ്പൻഡ് ഇസ് ഈ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ, ഇതുകൊണ്ടാണ് ഞാൻ നിന്നെ അവിടെ നിർത്തുന്നതെന്നോ ഇതുകൊണ്ട് നിനക്കൊരു ഗുണമുണ്ടോ അല്ലെങ്കിൽ നീ വാ ഞാൻ നോക്കാം എന്ന് പറഞ്ഞ് അന്ന് കൊണ്ടുവന്നിരുന്നെങ്കിൽ ദ സ്റ്റോറി വുഡ് ഹാവ് ബീൻ ഡിഫറെന്റ്. അപ്പൊ ട്രോമ വരുമ്പോഴും ട്രോമ ഇസ് ഓൾസോ എക്സ്റ്റേണൽ റീസൺ ഫോർ ദിസ് ഡിസ്കണക്ഷൻ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇന്റേണൽ കോസസ് ആൻഡ് എക്സ്റ്റേണൽ കോസസ് എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ ഡിസ്കണക്ഷൻ ഉണ്ടായിട്ടുണ്ട് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഡിസ്കണക്ഷൻ ഉള്ള കപ്പിൾസ് ആണെന്ന് വിചാരിക്കുക. ഈ ഡിസ്കണക്ഷനെ തിരിച്ചു കൊണ്ടുവരേണ്ട ഒരു ആവശ്യമുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ചെറിയ പിണക്ക ഇങ്ങനത്തെ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഫ്രിവ്ലസ് ആയിട്ട് ഇതിൽ പലർക്കും അങ്ങനെ തോന്നും ഇതൊക്കെ നിസ്സാര നമ്മുടെ വീട്ടിൽ എന്നും നടക്കുന്ന കാര്യങ്ങളല്ലേ. ആണ്, നടക്കുന്ന കാര്യങ്ങളാണ്. ഇനി ഈ നടക്കുന്ന കാര്യങ്ങൾ ശരിയാക്കേണ്ട ആവശ്യമുണ്ടോ? അതോ ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യമാണ്, ശരിയാകുമ്പോ അങ്ങ് ശരിയായിക്കോളൂ, ഇതിന് പ്രത്യേകിച്ച് ഒരു മരുന്നിന്റെ ആവശ്യമുണ്ടോ? 2 തുമ്മല് തുമ്മി, അത് നാളെ രാവിലെ ഉറങ്ങി എണീക്കുമ്പോൾ മാറിക്കോളൂ, അതിനിപ്പോ ഡോക്ടറെ കാണേണ്ട ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞ പോലെ വാട്ട് ഡു യു തിങ്ക്? നമുക്കൊരു റീകണക്ഷന്റെ ആവശ്യമുണ്ടോ? ഉണ്ട് അല്ലെ, നമുക്ക് റീകണക്ഷന്റെ ആവശ്യമുണ്ട്. എന്താണ്, വാട്ട് ആർ ദ റീസൺസ് വി നീഡ് റീകണക്ഷൻ എന്ന്? യെസ്, അപ്പൊ എന്താണ്? ഒന്ന്, മിസ്അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ ഈച്ച് അതർ ഉണ്ടാവും അല്ലെ. ഈ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ഡിസ്കണക്റ്റഡ് ആയിട്ട് തുടർന്ന് പോയി കഴിഞ്ഞാൽ വാട്ട് വിൽ ഇറ്റ് ഹാപ്പൻ? ആ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയി മാറി ഇത് നമ്മൾ ഈ പറയുന്ന, നമ്മൾ ഇപ്പം സ്ഥിരമായി കേൾക്കുന്ന ഒരു ഡിവോഴ്സ് എന്നുള്ള ആംഗിളിലേക്ക് പോകും. നമ്മൾ പറയുന്നത് ഡിവോഴ്സ് മാറ്റാനോ ഡിവോഴ്സിനെ സപ്പോർട്ട് ചെയ്യാതെയോ ഡിവോഴ്സ് പാടില്ല എന്നുള്ളതിനുള്ളതല്ല. ഇത്തരത്തിലുള്ള ഫ്രിവലസ് കാര്യങ്ങൾക്ക് ആളുകൾ വേർപിരിയ എന്ന് പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ പോലും പറ്റില്ല. അപ്പൊ അത് മാറ്റണമെങ്കിൽ ആ മിസ്അണ്ടർസ്റ്റാൻഡിങ് വരുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമത്തതാണ്, വാട്ട് ഹാപ്പൻസ് ഇസ് ഡിസ്കണക്ഷൻ ക്രിയേറ്റ്സ് നെഗറ്റീവ് ബിലീഫ് അല്ലെ. എന്റെ പാർട്ട്ണറിനെ കുറിച്ച് യഥാർത്ഥമല്ലാത്ത തെറ്റായ ധാരണകൾ എന്നിലേക്ക് വരും. ഈ ഡിസ്കണക്ഷൻ കറക്റ്റ് ചെയ്യാതെ കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവൻച്വലി എന്താവും? നമ്മൾ ആ വ്യക്തിനെ യഥാർത്ഥത്തിൽ മറ്റാരോ ആയിട്ടാണ് ചിത്രീകരിക്കുക. അത് പിന്നെ നമ്മൾ എങ്ങനെയൊക്കെ കറക്റ്റ് ചെയ്യാൻ നോക്കിയാലും നമുക്കത് സെറ്റിലാക്കാൻ പറ്റില്ല. അത് പല കേസസും നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ സംസാരിച്ച് വന്ന് കൗൺസിലിംഗ് കൊടുത്ത് വന്നു കഴിയുമ്പോൾ കാരണം ചോദിക്കുമ്പോൾ നമുക്ക് ചിരി വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവോഴ്സ് വേണം, കാരണം നമുക്ക് എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ ഡിവോഴ്സ് ഫയൽ ചെയ്യാനും കൊടുക്കാനും. പക്ഷെ അവർക്ക് ഇൻഡെപ്തിൽ പറയാൻ ഒരു കാരണം പോലും ഉണ്ടാവില്ല എന്നുള്ളതാണ് നമുക്ക് അത്ഭുതം തോന്നുന്നത്. അവര് ഇനി എന്തൊക്കെ മാം പറഞ്ഞാലും വേണ്ടി, ഇപ്പൊ നമ്മൾ അങ്ങനെ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ വിട്ട് വേറൊരാളെടുത്ത് പോകും.
ഇനി അയാൾ ശരിയല്ലെങ്കിൽ അടുത്ത ആളെടുത്തു പോകും. ബിക്കോസ് അവിടെ അതായത് നമ്മൾ പറയുന്നത് വേണ്ടാന്ന് വെക്കാൻ 50 കാരണമുണ്ടെങ്കിലും വേണം എന്ന് വെക്കാൻ ഒരു കാരണമുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് നിൽക്കും എന്നുള്ളതാണ്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു കാരണം അവർക്ക് എടുത്തു പറയാനില്ല. സമ്മൺ കേം അപ്പ്, അവരിങ്ങനെ ഓരോ റീസൺസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ പറയാണ് പുള്ളി നല്ല ആളാണ്, എല്ലാ കാര്യം ചെയ്യും, എനിക്ക് വേണ്ടതൊക്കെ വാങ്ങിത്തരും, അവർ പറയണതാ, പക്ഷെ എനിക്ക് അയാളോട് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ എന്താ റീസൺ? അല്ല, അത് പറ്റില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ പുള്ളിക്കാരി പറയുന്നത് വെച്ചാൽ ഉപദ്രവിക്കോ? ഇല്ല. എന്നിട്ട് അയാൾ വല്ല ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഇട്ട് ഇല്ല അങ്ങനത്തെ ഒരു കാര്യമില്ല. ഇത് വീട്ടിൽ ഹെൽപ്പ് ഒന്നും രാവിലെ എന്നെക്കാൾ മുമ്പ് എണീക്കും, വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യും, കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ചെയ്യും, സ്കൂളിൽ അവർ ഓട്ടോ വരുമ്പോൾ അവരെ കൊണ്ടുപോയി വിടും. ഞാൻ ചോദിച്ചു പിന്നെന്താ പ്രശ്നം? അയ്യോ മാം ഞങ്ങൾ തമ്മിൽ ഒരു ഇതില്ല എന്ന് പറയുന്നത് ഇവരാഗ്രഹിക്കുന്ന ആ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ്. ബിക്കോസ് കുറെ ആൾക്കാര് ദേ ഗെറ്റ് ഇൻഫ്ലുവൻസ്ഡ്, ഇങ്ങനെയാണ് കല്യാണം കഴിഞ്ഞാൽ എന്നുള്ളത്. യൂഷ്വലി ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് കമ്പാരിസൺ, അല്ലെ? സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് ആവാം, അല്ലെങ്കിൽ കല്യാണത്തിന് മുമ്പ് പ്രേമിക്കുന്ന കാലത്തുള്ള ആ ഒരു ഇൻഫ്ലുവൻസ് ആവാം, അല്ലെങ്കിൽ ചുറ്റുപാടുള്ള ആളുകളാവാം, നമ്മുടെ തന്നെ ഫ്രണ്ട്സിന്റെ പലവരുടെയും ഫേസ്ബുക്ക് പോസ്റ്റ്, അല്ലെ, ഇൻസ്റ്റാ പോസ്റ്റ്, ഇതൊക്കെ ആയിരിക്കും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്താ ചിന്തിക്കുക? ഇതുപോലൊരു പാർട്ട്ണർ, ഭർത്താവാണെങ്കിൽ അതുപോലൊരു ഭാര്യയാണെങ്കിൽ അതുപോലൊരു ഭർത്താവ്. പക്ഷെ യൂഷ്വലി വാട്ട് ഹാപ്പൻസ് ഇസ് ആ കാണുന്ന ആളുകൾക്കൊക്കെ സോഷ്യൽ മീഡിയ റിലേഷൻഷിപ്സ് മാത്രമേ കാണുള്ളൂ. ദേ ഡോണ്ട് ഹാവ് എ ആക്ച്വൽ റിലേഷൻ ബിറ്റ്വീൻ ഈച്ച് അതർ എന്നുള്ളതാണ്. സോ അതും ഒരു കാരണമായി മാറും. ദെൻ ഇമ്പാക്ട് ഓൺ ചിൽഡ്രൻ, അല്ലെ? ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള പാരൻസിനെ കണ്ടു വളരുന്ന ഒരു കുട്ടിയുള്ള ഒരു വീടാണെങ്കിൽ ആ കുട്ടി എന്ത് കൺസെപ്റ്റ് ആണ് വിചാരിക്കുക? സോ ദിസ് ഇസ് ഹൗ മാരേജ് ഇസ് ഗോയിങ് ടു ബി, അല്ലെ? ഒരിക്കലും ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവരൊരിക്കലും ചിന്തിക്കില്ല എന്തിന്? ടു ഗെറ്റ് മാരീഡ്. കല്യാണം കഴിക്കണം എന്ന് നിർബന്ധമില്ല, കല്യാണം കഴിക്കാതെയും ജീവിക്കാം. പക്ഷെ കല്യാണം കഴിക്കുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ അത് ശരിയല്ല, എല്ലാ കല്യാണത്തിനും റിസൾട്ട് ഇതാണ് എന്നുള്ള ചിന്ത വരുമ്പോഴാണ് പ്രശ്നം. വി ഹാവ് ലോട്ട് ഓഫ് പീപ്പിൾ അറൌണ്ട് അസ്. ഇത്തരത്തിലുള്ള നമുക്കൊരു ഹാബിറ്റ് ഉണ്ടല്ലോ, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ വൈകിയേ കാണുള്ളൂ, എല്ലാത്തിലും നമ്മൾ നെഗറ്റീവേ കാണുള്ളൂ, അല്ലെ? ഒരാൾ നന്നായി ഡ്രസ് ചെയ്ത് വന്ന് നല്ല അടിപൊളി ലുക്കിൽ വന്ന് നിന്ന് കഴിഞ്ഞാലും പറയും, ഓ നീ കളർ ചെയ്തില്ലേ അല്ലേ, നരച്ചുമുടി 2 കാണാനുണ്ട്, അല്ലെ? കാരണം നമ്മുടെ കണ്ണ് സ്ട്രൈക്ക് ചെയ്യുന്നത് മോസ്റ്റ്ലി അതിലാണ്. അല്ലാത്തവരും ഉണ്ട്. നമ്മളൊരു കോമൺ സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത്. നമ്മൾ യൂഷ്വലി വി ഹാവ് എ ടെൻഡൻസി, അല്ലെ? നമ്മൾ പറയില്ലേ, കുട്ടികളോട് എന്ത് ചെയ്യണ്ടെന്ന് പറഞ്ഞോ അതേ അവൻ ചെയ്യുള്ളൂ. അതാണ് നെഗറ്റീവ് കാര്യങ്ങളിലേക്ക് അട്രാക്ഷൻ ഭയങ്കര കൂടുതലാണ്. നമ്മൾ എത്ര പോസിറ്റീവ് ആയാലും നെഗറ്റീവിനുള്ള ഒരു അട്രാക്ഷൻ കൂടുതലാണ്. സോ ദാറ്റ് ഇസ് വാട്ട് ഹാപ്പൻസ് ഇൻ ദിസ് റിലേഷൻ. വി ഹാഡ് എ ക്ലയന്റ് ലാസ്റ്റ് ടൈം, ഹസ്ബൻഡും വൈഫും, ദേ ഗോട്ട് മാരീഡ്. ഐ തിങ്ക് 23-24 ഇയേഴ്സ് ആയി. ഒരു മോളുണ്ട്. ഷീ ഈസ് ഡൂയിങ് ഹെർ 10th റൈറ്റ് നൗ. അപ്പോൾ ഞങ്ങളിങ്ങനെ കോൺവെർസേഷൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷീസ് ടെല്ലിങ് മീ, ആന്റി ഐ വോണ്ട് ഗെറ്റ് മാരീഡ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തേ, വാട്ട് ഹാപ്പൻസ് എന്ന് ചോദിച്ചപ്പോൾ പറയാണ്, എന്തിനാ കല്യാണം കഴിച്ചിട്ട് എന്ന് ചോദിച്ചിട്ട് ഷീ ജസ്റ്റ് വെന്റ് ഇൻ സൈഡ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഈ പുള്ളിക്കാരോട് ചോദിച്ചു, എന്താ മോൾ അങ്ങനെ ഒരു കൺസെപ്റ്റ് പറഞ്ഞത്? അപ്പൊ ഐ ഓൾറെഡി നോ ഇവര് ഹസ്ബൻഡ് ആൻഡ് വൈഫിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ പറയണത്, ഈ അമ്മ പറയണത്, അവൾ ഇതൊക്കെ ഇല്ലേ കാണുന്നത് വീട്ടില്. പുള്ളി ബോംബെയിൽ വർക്ക് ചെയ്യുന്നു, മന്ത്ലി ഒരു വട്ടം വരും, വന്നു കഴിഞ്ഞാൽ പുള്ളിയുടെ വീട്ടിൽ പോകുമ്പോൾ വരും, ഇവിടെ ആര് നടക്കുന്നോ ഇരുന്നോ ഇല്ലയോ ഒന്നുമില്ല, കാശ് മാത്രം കറക്റ്റ് മാസത്തിനുള്ള ചെലവിനുള്ളത് അക്കൗണ്ടിൽ ഇട്ട് തരും, ദാറ്റ്സ് ഓൾ. ഞാനിപ്പോ അവളോട് പറഞ്ഞു, ഡോണ്ട് ഗെറ്റ് മാരീഡ്. ആൻഡ് വാട്ട് മമ്മ സേസ്, അമ്മ പറയുന്ന കാര്യം എന്താന്ന് വെച്ചിട്ട്, ഈവൻ ഷീ ടെൽസ് മീ, അതായത് ഇവൾ എവിടെയെങ്കിലും ഒന്ന് കരപ്പറ്റിക്കോട്ടെ, അച്ചു ഞാൻ പിറ്റേ ദിവസം ഞാൻ ഡിവോഴ്സാണ്. സോ ജസ്റ്റ് ഇമാജിൻ സ്റ്റേയിങ്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ വി ഡോണ്ട് ഫൈൻഡ് എനി ഫ്ലോ ഇൻ ദാറ്റ് റിലേഷൻഷിപ്പ്. വളരെ സെറ്റിൽഡ് ആണ്, എറണാകുളത്താണ്, അവർ 3 BHK വീടാണ്. ഷീ ഈസ് നോട്ട് വർക്കിംഗ്, ഷീ ഡസ് നോട്ട് വോണ്ട് ടു വർക്ക്. ഷീ ഈസ് ഓൾസോ എ ലോയർ, പക്ഷേ ഷീ ഡസ് നോട്ട് വോണ്ട് ടു വർക്ക്. ഭയങ്കര വെൽ സെറ്റിൽഡ് ആണ്. നമ്മൾ കാണുമ്പോൾ ഒറ്റൊരു മോളേ ഉള്ളൂ, നല്ല സ്കൂളിൽ പഠിക്കുന്നു, മിടുക്കിയാണ്. പക്ഷെ അമ്മയ്ക്കുള്ള ഈ തോന്നലാണ് ഷീ ഈസ് ഗിവിംഗ് ടു ദ ചൈൽഡ്. ആ ചൈൽഡിന് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ തെറ്റില്ല, ബിക്കോസ് ദ സിനാരിയോ ദാറ്റ് ദ ചൈൽഡ് സീസ് ഇൻ ദ ഹൗസ് ഇസ് ലൈക്ക് ദാറ്റ്. 2 people living in 2 different zones എന്നുള്ളതാണ്. സോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ ഈ ഡിസ്കണക്ഷൻ മാറ്റണം എന്ന് പറയുന്നത്. സോ ഇപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞു അല്ലെ, ഡിസ്കണക്ഷൻ എന്താണ്, ഡിസ്കണക്ഷന് കാരണം എന്താണ്, ഡിസ്കണക്ഷൻ മാറ്റേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞു.
സോ ഇനി നമ്മൾ എങ്ങനെ ഡിസ്കഷൻ മാറ്റുക? ഓൾറെഡി ഇപ്പം എല്ലാവരും അല്ലെങ്കിലും ഇതിൽ കേൾക്കുന്നതിൽ ആർക്കെങ്കിലും ഒക്കെ ഡിസ്കണക്ഷൻസ് ഉണ്ടാവും, അല്ലെ? ചെറിയ തോതിലെങ്കിലും ഉണ്ടാവും. നമ്മൾ ഡിസ്കണക്ഷൻ ആണെന്ന് പോലും അറിയാത്ത കുറെ ആൾക്കാരുണ്ട്. അപ്പൊ ഇതൊക്കെ കേൾക്കും, ഇതൊക്കെ എന്റെ വീട്ടിലും ഉണ്ടല്ലോ, അല്ലെ? എന്റെ വീട്ടിലും ഉണ്ടാവും ഇതൊക്കെ. എപ്പോഴെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള ഡിസ്കണക്ഷൻ വൺസ് ഇൻ എ വൈൽ ഇറ്റ്സ് ഓക്കെ. ഏതെങ്കിലും ഒരു ദിവസം പിണങ്ങി മുഖം വീർപ്പിച്ചു, ചോറ് വിളമ്പി കൊടുത്തു, വേണമെങ്കിൽ കഴിച്ചോന്ന് പറഞ്ഞ് കടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഞാൻ ആദ്യം ജോലിക്ക് പോകുമ്പോൾ അങ്ങോട്ട് എണീറ്റ് പോലും വന്നില്ല. ഇറ്റ്സ് ഓക്കെ. മനുഷ്യന്മാരല്ലേ, ഒരു ദിവസമൊക്കെ പിണങ്ങണം. ഇണക്കമുള്ളവരെ പിണക്കമുണ്ടാവുള്ളൂ. പക്ഷെ പിണക്കം മാത്രമായാലോ അത് പുലിവാലാണ്. അപ്പൊ ലെറ്റ് us see what are the tools to reconnect emotionally എന്നുള്ളതാണ്. എന്തൊക്കെ ടൂൾസ്? വളരെ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ സി ഹൗ വി ക്യാൻ റീകണക്ട് എന്നുള്ളതാണ്. ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാം. ദ ഫസ്റ്റ് ടൂൾ ഇസ് ലവ് മാപ്സ് എന്നുള്ളതാണ്. ലവ് മാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾക്ക് അതിനൊരു ഡിസ്കണക്ഷൻ തോന്നുന്നുണ്ട്, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ പാർട്ട്ണർ ആരുമായിക്കോട്ടെ, മീൻസ് ഭർത്താവ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഭർത്താവിന്റെ ഭാര്യ ആയിക്കോട്ടെ, അവരുടെ ആഗ്രഹങ്ങൾ എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ ലൈഫിൽ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റില്ല, അതൊക്കെ മാറ്റി വെച്ചോ, പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം ലവ് മാപ്പില്, വി ഷുഡ് നോ വാട്ട് ഇസ് യുവർ പാർട്ട്നേഴ്സ് ബിഗ്ഗസ്റ്റ് കറന്റ് സ്ട്രെസ്. ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് ഇപ്പോൾ നിലവിൽ നേരിട്ട് വരുന്ന ഏറ്റവും വലിയ അവരുടെ സ്ട്രെസ് എന്താണ്? ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അത്രയെങ്കിലും അറിയണ്ടേ? പാർട്ട്ണർ അല്ലേ, ഒരു വീട്ടിലല്ലേ. ഭാര്യ ചോറും കറിയൊക്കെ വെച്ച് തരുന്നു, സെർവന്റ് അല്ലല്ലോ, കാശൊന്നും കൊടുക്കുന്നില്ല, ശമ്പളമൊന്നും കൊടുക്കുന്നില്ല. അതുപോലെ ഹസ്ബൻഡ് പാവ എല്ലാം ചെയ്തിരുന്നു, സിനിമ കൊണ്ടുപോകുന്നില്ലേ, ഭക്ഷണം വാങ്ങിച്ചിരുന്നില്ലേ, ഡ്രസ്സ് വാങ്ങിച്ചിരുന്നില്ലേ, കുട്ടികളുടെ കാര്യം നോക്കുന്നില്ലേ. സോ ബോത്ത് പാർട്ട്നേഴ്സ് അവരുടെ റോള് പ്ലേ ചെയ്യുന്നുണ്ട്. സോ രണ്ടുപേരും പരസ്പരം അറിയേണ്ട ഒരു കാര്യമാണ് രണ്ടുപേരുടെയും സ്വപ്നങ്ങൾ എന്താണെന്നും അതുപോലെ രണ്ടുപേരും നേരിടുന്ന സ്ട്രെസ് എന്താണെന്നും നമ്മൾ അറിഞ്ഞിരിക്കുക. അത് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കുക. അതിനുവേണ്ടി ഇപ്പൊ നമ്മളൊക്കെ പലരും ഇത് പറഞ്ഞിട്ട് എന്തിനാ എനിക്കെന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റും? നിങ്ങൾ ഒന്നും ചെയ്യണ്ടേ, നിങ്ങൾ അറിഞ്ഞിരുന്നാ മതി എന്താണ് എന്നുള്ളത്. ദാറ്റ് മേക്സ് എ ബിഗ് ഡിഫറൻസ് എന്നുള്ളതാണ്. ഇറ്റ് മേക്സ് എ ബിഗ് ഡിഫറൻസ്. നമ്മൾ പാർട്ട്ണറിന്റെ സ്ട്രെസ് അറിയുമ്പോൾ നമുക്ക് അറിയാം എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന്, അല്ലെ? ഇപ്പൊ ചില സമയത്ത് വൈഫ് വളരെ അഗ്രസീവ് ആയിരിക്കും, ദേഷ്യമായിരിക്കും, ഇതായിരിക്കും. നമ്മൾ മനസ്സിലാക്കണം, ഷീസ് ഓൺ ഹെർ പീരിയഡ്സ്. നമ്മൾ അത്രയെങ്കിലും അറിയണ്ടേ? ഇപ്പൊ ഹസ്ബൻഡ് ഭയങ്കര ടെൻസ്ഡ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, ഇങ്ങനെ കൈവയ്ക്കുന്നു, ഫോൺ വിളിക്കുന്നു. നമ്മൾ അറിയണം ഓഫീസിൽ എന്തോ പ്രശ്നമുണ്ട്. പ്രശ്നം എന്താണെന്നൊന്നും ചോദിച്ച് നിങ്ങൾ സോൾവ് ചെയ്യാനും നിൽക്കണ്ട, ബട്ട് വി ഷുഡ് നോ. ഇതാണ് ഫസ്റ്റ് തിങ്. അപ്പൊ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുമ്പോൾ നമുക്ക് ഇതറിയാൻ പറ്റും. സെക്കൻഡ് തിങ് ഇസ് 5 minutes ഡെയിലി ചെക്ക് ഇൻ. നമ്മൾ ഈ 5 minutes തന്നെ കൃത്യം വാ ഇരിക്കി, എനിക്ക് വർത്താനം പറയണം, കറക്റ്റ് 5 പൊക്കോ കഴിഞ്ഞു. 5 minutes ചെക്കിങ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കൃത്യമായ 5 minutes വേണ്ടിയിട്ടല്ല, ബട്ട് ഒരു 5 minutes എങ്കിലും നമുക്ക് വി ഷുഡ് സ്പെൻഡ് ടൈം വിത്ത് ഈച്ച് അതർ എന്നുള്ളതാണ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് എങ്ങനെയായിരിക്കും? ഇപ്പൊ എപ്പോഴും കറക്റ്റായിട്ട് നമുക്ക് എല്ലാ പണികളും ഉണ്ട്, അല്ലെ? എന്തൊക്കെ പണികളുണ്ട്. ഇപ്പൊ ജോലിക്കൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ, അല്ലെ ജസീന മാം, രാവിലെ പിള്ളേരുടെ കാര്യം നോക്കി, എല്ലാം നോക്കി, സ്കൂളിൽ ഓടി തിരിച്ചു വന്ന് വീണ്ടും കുഞ്ഞിന്റെ കാര്യം നോക്കി, സോ മെനി വർക്ക് വി ഹാവ്. ഇപ്പൊ തന്നെ ചിലപ്പം ഈ ഇതിൽ വരാത്തവര്, വീഡിയോ ഓൺ ചെയ്ത് വരാത്തവര് ചപ്പാത്തി വരത്തുന്നുണ്ടാവും, അല്ലെ, പാത്രം കഴുകുന്നുണ്ടാവും. സോ മെനി വർക്ക് ദേ വുഡ് ബി ഡൂയിങ്. അപ്പോൾ നമുക്ക് കൃത്യമായി പ്ലാൻ ചെയ്ത് സമയം കണ്ടെത്തി ഫിക്സ് ചെയ്തിട്ട് അപ്പോയിന്റ്മെന്റ് കൊടുത്തിട്ടൊന്നും പാർട്ട്ണറിനോട് ടൈം ഷെയർ ചെയ്യാൻ പറ്റില്ല. ഭാര്യ പാത്രം കഴുകും, ഫുഡൊക്കെ കഴിച്ച് ഷീസ് ക്ലീനിങ് ദ വെസൽസ്. ജസ്റ്റ് അവിടെ പോയി ഞാൻ എന്തെങ്കിലും ചെയ്യണോ? അല്ലെങ്കിൽ കഴുകി വെക്കുന്ന പാത്രം എടുത്ത് റാക്കിൽ വിൽക്കുക, എന്തെങ്കിലും, അല്ലെ? അല്ലെങ്കിൽ രാത്രി ബെഡ്റൂമിലേക്ക് കടന്നുറങ്ങാൻ പോകുമ്പോൾ കുടിക്കാനുള്ള വെള്ളം ആ സമയത്ത് അപ്പുറത്ത് നിന്ന് ജഗ്ഗിൽ നിറയ്ക്കുക. അപ്പൊ എന്തെങ്കിലും ഒരു 2 വാക്ക്, അല്ലെങ്കിൽ മേക്ക് ഇറ്റ് എ പോയിന്റ്, ഫുഡ് കഴിച്ചു കഴിയുമ്പോൾ ഒന്ന് സ്ട്രോൾ ചെയ്യുക വീട്ടിന്റെ മുറ്റത്ത്, അല്ലെ? അല്ലെങ്കിൽ എല്ലാവർക്കും വരാന്തയുണ്ട്, ആ വരാന്തയിൽ ഒന്നിരിക്കുക. ഈ എല്ലാ കാര്യവും ബെഡ്റൂമിൽ എത്തി ലാസ്റ്റ് കിടക്കാറാവുമ്പോൾ സംസാരിക്കാനുള്ള സ്ഥലമല്ല, അല്ലെ? അവിടെ പോയിട്ട് നമുക്ക് പറയാന്ന് പറയുന്ന സ്ഥലമല്ല. അവിടെ പറയുന്ന കാര്യങ്ങളുണ്ട്, അതിന് ടൈമുണ്ട്. ദാറ്റ് ഇസ് നോട്ട് റിലേഷൻ. റിലേഷൻ എന്ന് പറയുമ്പോൾ എവറി സ്മോൾ പോയിന്റ് മാറ്റേഴ്സ് എന്നുള്ളതാണ്. എന്തോ ആയിക്കോട്ടെ. സോ അത് ഒരു 5 minutes. ഈ 5 minutes പറയുമ്പോൾ അതിൽ പ്രധാന കാര്യം ഉണ്ട് കേട്ടോ. ആ ചെറിയൊരു സാധനം ഇല്ലേ നമ്മുടെയൊക്കെ കയ്യിലുള്ളത്, ഇനി ഒന്ന് എവിടെയെങ്കിലും ഒന്ന് സ്ഥാപിക്കാം, ചാർജിലിട്ടേക്കാം, ചാർജ് കയറട്ടെ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് റീൽസ് നോക്കണ്ടേ. സോ ഐ കോണ്ടാക്ടോടെ കൂടി ഒരു 5-10 minutes, അല്ലാതെ എന്നിട്ട്
ഐ യൂസ് ടു ഡു ദിസ്. ഞാൻ ഭയങ്കര ടോക്കറ്റീവാണ്. എൻ്റെ ഹസ്ബൻഡ് ഒട്ടും സംസാരിക്കില്ല. സോ ഇങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്നുണ്ടല്ലോ, ആള് ചിലപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ മൊബൈൽ എടുത്ത് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ മൊഴിക്കഴിഞ്ഞ് പറയും, എന്നിട്ടില്ലേ അവൻ എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത്, എന്നിട്ട് ആന വന്നിട്ടുണ്ടല്ലോ, ആന അങ്ങനെ ഓടിപ്പോയി എന്നിട്ട് കുത്തി. അപ്പൊ ഇതില് പുള്ളി ഇങ്ങനെ കുറച്ച് കഴിയുമ്പോ പുള്ളിക്ക് കത്തും. ഇറ്റ് ഇസ് നോട്ട് ഓൾവേസ് ദാറ്റ് ഹി ഡസ്. പക്ഷെ ആന വന്നിട്ട് കുത്തിയിട്ടില്ല, അവൻ അങ്ങനെ ചത്തുപോയി. എനിക്കിങ്ങനെ ദേഷ്യമൊക്കെ വരുന്നുണ്ടാവും. പെട്ടെന്നാണ് പുള്ളിക്ക് ക്ലിക്കായിട്ട്, ആനയോ അച്ഛൻ എവിടുന്ന ആന? ഞാൻ പറഞ്ഞു നിങ്ങൾ എന്ത് കേട്ടു? സോ ഐ യൂഷ്വലി വാട്ട് ഐ ഡു ഇസ്, ഞാൻ ഇങ്ങനെ സംസാരിച്ചു ഐ ആസ്ക് ക്വസ്റ്റ്യൻസ്. ഞാൻ എന്നിട്ട് എന്താ പറഞ്ഞേ, പറ പറ. ആൻഡ് 1 or 2 times വി നീഡ് ടു ഡു ദാറ്റ്. നമ്മൾ എന്ത് ചെയ്യാന്ന് പറയും, പലവരും ശ്രദ്ധിക്കുന്നില്ല എന്ന് കാണുമ്പോൾ വേണ്ട എണീറ്റ് പോയി. അപ്പൊ ഹസ്ബൻഡ് വിചാരിക്കും പറഞ്ഞു കഴിഞ്ഞു. ബിക്കോസ് ചില റിലേഷൻഷിപ്പിൽ ഐദർ ഹസ്ബൻഡ് ടോക്കറ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ വൈഫ് ടോക്കറ്റീവ് ആയിരിക്കും. രണ്ടുപേരും ടോക്കറ്റീവ് ആവുന്ന റെയർ ഇതിലാണ്. രണ്ടുപേരും ഇൻട്രോവേർട്സ് ആവുന്നതും കുറവായിരിക്കും എന്ന് വിചാരിക്കുന്നു. എല്ലാ കൈൻഡ് ഓഫ് ആളുകളുണ്ട്. പക്ഷെ വെൻ യു ഫീൽ ദാറ്റ് യുവർ പാർട്ട്ണർ ഇസ് നോട്ട് ഗിവിങ് അറ്റൻഷൻ, ആസ്ക് ഫോർ ദാറ്റ് അറ്റൻഷൻ. മനസ്സിലായില്ലേ? അതല്ലാതെ പുള്ളി എന്നെ ശ്രദ്ധിക്കുന്നില്ല, ഇനി ഞാൻ ഒന്നും പറയില്ലല്ലോ. പറയേണ്ടിരുന്ന ആർക്ക് പോയി? നിങ്ങൾക്ക് പോയി, അല്ലാണ്ട് ആർക്കും ഒരു കുഴപ്പമില്ല. സോ കീപ് ചെക്കിൻ ചെയ്ത് ചോദിക്കുക. ആ 5 minutes കോൺവെർസേഷനിൽ യു ഡിമാൻഡ് ഫോർ ദാറ്റ് അറ്റൻഷൻ, ഐദർ ഓഫ് ദ പാർട്ട്ണർ. വൈഫും ഹസ്ബൻഡും ആ അറ്റൻഷൻ സീക്ക് ചെയ്യുക. മനസ്സിലായില്ലേ? എന്തെങ്കിലും ഹസ്ബൻഡ് പറയുന്നത് ചിലപ്പോൾ വണ്ടിയുടെ ടയർ മാറ്റണ കാര്യമോ അല്ലേ, അല്ലെങ്കിൽ വണ്ടി സർവീസ് കൊടുക്കുന്ന കാര്യമോ, ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും. ചിലപ്പോൾ അപ്പൊ പറയാൻ പറ്റില്ല, ഓരോരുത്തരുടെ ഇമ്പോർട്ടൻസ് വേറെ ഇല്ലേ, പ്രയോറിറ്റി വേറെ ഇല്ലേ, ഓരോരുത്തരുടെ ഇഷ്ടം വേറെ ഇല്ലേ. നമ്മൾ ചിലപ്പോൾ ഇന്ന് ജോലി കഴിഞ്ഞ് വരുമ്പോ ആ കോർണറിൽ ആ ഷോപ്പിൽ ആ പിങ്ക് ചുരിദാർ എന്തൊരു ഭംഗിയാ, ഞാൻ വില ചോദിക്കണം ചോദിച്ചതാണ് പക്ഷെ കേറിയില്ല. നമുക്ക് ഇതായിരിക്കും പറയണ്ടാവുക, അവർക്ക് അതായിരിക്കും പറയാൻ. വാട്ട് എവർ ഇറ്റ് ഡസ് നോട്ട് മാറ്റർ. എന്താണ് കോൺവെർസേഷൻ വിത്ത് ഐ കോണ്ടാക്ട് ഇസ് ഇമ്പോർട്ടൻറ്റ്. ചെറിയ ഫ്രിവലസ് കാര്യങ്ങളായിരിക്കും ചില ദിവസം, പക്ഷെ ചില ദിവസങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യപ്പെടും എന്നുള്ളതാണ്. തേർഡ് വൺ ഇസ് എപ്രിസിയേഷൻ റിച്വൽസ്. എപ്രിസിയേഷന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും ചിന്തിക്കും, ഭാര്യ എപ്രിഷിയേറ്റ് ചെയ്യും, ഭർത്താവിന് എന്തിനാ എപ്രിഷിയേറ്റ് ചെയ്യണേ? വേണം, അവരല്ലേ ലൈഫ് ലോങ് ഇരിക്കാനുള്ള ആൾക്കാർ, ഇഫ് നോട്ട് ഡിവോഴ്സ്ഡ് അല്ലെ, ചാവുന്ന വരെ കൂടെ ഇരിക്കേണ്ട ആൾക്കാരാണ്. എപ്രിസിയേഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ്. ഡോണ്ട് യു ബിക്കം ഹാപ്പി ഓഫീസിൽ ഒരാളെ എപ്രിഷിയേറ്റ് ചെയ്യുമ്പോൾ? അല്ലെ, നമ്മൾ ഹാപ്പി ആവുന്നില്ലേ? സോ പുറമേയുള്ള ആളുകളെ അപ്രിഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവുന്ന പോലെ തന്നെയാണ് വി ഫീൽ ഹാപ്പി വെൻ വി ഗെറ്റ് ഇറ്റ് ഫ്രം അവർ പാർട്ട്ണർ. നമ്മുടെ പാർട്ട്ണർ നമ്മളെ അപ്രിഷിയേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഭയങ്കര ഇതാണ് അല്ലെ. ഡ്രസ്സൊക്കെ ചെയ്ത് രാവിലെ ഓഫീസിലേക്ക് പോകുമ്പോൾ ഇത് കൊള്ളാലോ, നല്ല കളർ അല്ലെങ്കിലും പറഞ്ഞേക്കൂ. നിങ്ങൾക്കൊക്കെ ഒരു തോന്നലുണ്ടാവും, എന്തിനാ അങ്ങനെ ഇപ്പൊ നുണ പറയണം, പാർട്ട്ണറിനോട് നുണ പറയണം. നുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കള്ളങ്ങൾ പറയാം. ചില കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻപുട്ട് ചെയ്യാനുള്ളത്. നിങ്ങൾ ഈ പ്രാവശ്യം മീശ ട്രിം ചെയ്തത് പോരാട്ടോ, അടുത്ത പ്രാവശ്യം നമുക്ക് അടിപൊളിയായിട്ട് വേറെ വല്ലതും പോയി ചെയ്യണം. നോട്ടീസ് ചെയ്യുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. എപ്രിസിയേഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ്. നല്ല ഡ്രസ്സിനെ അപ്രിഷിയേറ്റ് ചെയ്യാം, നല്ല കാര്യങ്ങൾക്ക് അപ്രിഷിയേറ്റ് ചെയ്യാം അല്ലെ. അതുപോലെ തന്നെ താങ്ക് യു. നിങ്ങൾ ചോദിക്കും താങ്ക് യു പറയാനോ ഭർത്താവിനോടും ഭാര്യയോടും? യെസ്. ഈ താങ്ക് യു എന്ന് പറയുമ്പോൾ വെച്ചാൽ വെള്ളം കൊണ്ട് താങ്ക് യു, അതുകൊണ്ട് താങ്ക് യു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാനല്ല. ചില സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു പ്രവൃത്തി വൈഫിന്റെ ഭാഗത്തുനിന്നോ ഹസ്ബൻഡിന്റെ ഭാഗത്തുനിന്നോ ഒക്കെ ഉണ്ടാവാം അല്ലെ. നമുക്ക് പീരിയഡ്സ് ആയി വയ്യ, കിടക്കാണ്, തീരെ വയ്യാന്നേ, കാല് വേദനയാന്ന് പറയുമ്പോൾ ഒന്ന് കാലമുക്കി തന്നു, വേണ്ട. തലവേദനയാന്ന് പറയുമ്പോൾ ബാം എടുത്ത് പുരട്ടി തന്നില്ല, വേണ്ട, എടുത്തോണ്ട് നീ ഇത് തേക്കൂ എന്ന് പറഞ്ഞു. ഇതെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് ഓൾ ഷോസ് ദാറ്റ് ദെയർ ഇസ് കെയർ. മനസ്സിലില്ല? ആ ചെറിയ കാര്യങ്ങൾ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യാൻ പഠിക്കുക, അത് ഇത് ചെയ്യാൻ പഠിക്കുക, എന്താണ് ഉൾക്കൊള്ളാൻ പഠിക്കുക. അതെല്ലാം റിലേഷൻഷിപ്പിന്റെ ഭാഗമാണ്. യു കനോട്ട് ഫൈൻഡ് എന്താണ് വീട്ടിലേക്ക് വന്ന് പാട്ട് വെച്ചിട്ട് സിനിമാറ്റിക് സ്റ്റൈലിൽ വന്ന് തോളത്തെടുക്കുന്നു, കൈ പൊക്കുന്നു, നാളെ നടുവുളുക്കുള്ളൂ അയാളുടെ. ഇതൊന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണ്ട. സിനിമയിൽ കാണുന്ന പോലെയൊക്കെയുള്ള ലൈഫുകൾ ഉണ്ടാവും, പക്ഷെ ഇതൊന്നും അല്ല. മനസ്സിലായില്ലേ? ചെറിയ കാര്യങ്ങളും അതെല്ലാം എന്താണ് സ്നേഹത്തിനെ കാണിക്കുകയാണ്. എല്ലാവരും ഒരേ തരത്തിൽ എക്സ്പ്രസീവ് അല്ല. എവ്രി വൺ ഹാസ് ഡിഫറെന്റ് മോഡ് ഓഫ് എക്സ്പ്രഷൻ.
മനസ്സിലായില്ലേ? എല്ലാവർക്കും ഡിഫറെന്റ് മോഡ് ഓഫ് എക്സ്പ്രഷൻ ആണ്. ഡെയിലി രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും മിഥുനം സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അത് കാണാം. കല്യാണം കഴിയുന്ന മുമ്പ് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ അല്ലേ? മിഥുനം സിനിമ കണ്ടിട്ടില്ലേ? മോഹൻലാലിന്റെ ഉർവശിന്റെ സിനിമ കണ്ടിട്ടില്ലേ? ആ സിനിമയില് അവർ പ്രേമിച്ച് കല്യാണം കഴിച്ചു. ഒരുപാട് കൊല്ലം പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ്. 12-13 വർഷമൊക്കെ പ്രേമിച്ച് കല്യാണം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഡിഫറെന്റ് സിനാരിയോ ആണ്. പ്രേമിച്ച് നടന്ന പോലെ മോഹൻലാൽ ജീവിക്കാൻ പറ്റില്ല. ബിസ്ക്കറ്റ് കമ്പനി ദാക്ഷായണി തുറക്കാനുള്ളതാണ്. അപ്പൊ എന്ത് പറ്റും? എന്ത് പറ്റും? അവിടെ വന്നു കഴിയുമ്പോൾ താങ്ക് യു മാം. അവിടെ വന്നു കഴിയുമ്പോൾ എന്താണ്ടാവണേ? കല്യാണം കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ ഈ സാധനം എന്താണ്, ഒരു കത്തെടുത്തുനിന്ന് നിങ്ങളെ പണ്ട് പ്രശംസിച്ചിരുന്നു എന്നെ ഒരുപാട്, നിങ്ങൾ എന്താ പറഞ്ഞേ? അപ്പൊ അതിൽ മോഹൻലാൽ ഭക്ഷണം കഴിക്കുമ്പോൾ പറയുന്നുണ്ട്, ഓ ഈ സാമ്പാർ ഒന്നിനും കൊള്ളൂല, ഇവളുടെ സാമ്പാർ കൊള്ളൂല എന്ന് പറയുമ്പോൾ കൈ കഴുകാൻ വരുന്ന മോഹൻലാലിനോട് പറയുന്നുണ്ട് ആര്? ഉർവശി, പണ്ടൊക്കെ എനിക്ക് കത്തെഴുതിയപ്പോ ഉണ്ടല്ലോ, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എന്റെ വീട്ടിൽ നിന്ന് സാമ്പാർ കഴിച്ച അടുത്ത കത്തില് ചേട്ടൻ ആ സാമ്പാർ അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു. അയ്യേ, സാമ്പാറിനെ കുറിച്ച് കത്തിലോന്ന് ചോദിക്കുമ്പോ ഉണ്ട് ഞാൻ കാണിച്ചു തരാന്ന് പറയുമ്പോ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയും. അപ്പൊ ഒരു ഡയലോഗ് ഉണ്ട് ആരുടെ? ഉർവശിയുടെ. പണ്ടൊക്കെ നിങ്ങൾ എന്നെ കുറിച്ച് എന്തൊക്കെ നല്ല നല്ല പറയായിരുന്നു, എന്നെ എന്തൊക്കെ പറഞ്ഞ് പുകഴ്ത്തി, ഇപ്പൊ നിങ്ങൾക്ക് എന്നെ നോക്കാനേ സമയമില്ല എന്ന് പറയുമ്പോ മോഹൻലാലിന്റെ ഒരു എപ്പിക് ഡയലോഗ് ഉണ്ട്. അതിപ്പോ ഞാനിപ്പോഴും പറയില്ലേ, ആഹാ എന്തൊരു ഭംഗി, ആഹാ എന്തൊരു രസം, ആഹാ അടിപൊളി, നല്ലതായിട്ടുണ്ട്, അങ്ങനെ പറയുന്നുണ്ട്. സി, അതല്ല നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് കുഞ്ഞു 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 കാര്യങ്ങൾ പലപ്പോഴായിട്ട്. ഈ ക്ലാസ് കേട്ടിട്ട് അർച്ചന ഇങ്ങനെയൊക്കെ ക്ലാസ്സിൽ, അർച്ചന മാം ഇങ്ങനെയൊക്കെ ക്ലാസ്സിൽ പറഞ്ഞു, നാളെ ഞാൻ അടിപൊളിയാക്കും, സൂപ്പറാക്കും. നാളെ രാവിലെ എണീച്ചൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ ഭാര്യ എണീറ്റ് വരുമ്പോൾ, ഉറക്കത്തിന് എണീറ്റ് വരുമ്പോൾ, ആഹാ എന്തൊരു അടിപൊളി തന്നെ കാണാൻ, നീ സൂപ്പറാന്ന് പറയുമ്പോ തന്നെ അവര് ചോദിക്കും ഇയാൾക്ക് എന്തോ കുഴപ്പമുണ്ട്. 2 ദിവസം ആവർത്തിച്ച് കഴിഞ്ഞാൽ 3-ാമത്തെ ദിവസം ഒരു കൗൺസിലിംഗ് നിർബന്ധമായിട്ടും വേണ്ടി വരും. So that is not what we are asking to do. Make a small changes. Try to appreciate your partner. Thank them. That's very important എന്നുള്ളതാണ്. കോംപ്ലിമെന്റ് ഈച്ച് അതർ അല്ലെ? പുറത്തേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ ആ കൊള്ളാട്ടോ, നീ നന്നായിട്ടുണ്ട്, നല്ല ഡ്രസ്സ് എന്ന് പറയും. റിവേഴ്സ്, ഹസ്ബൻഡിനോട് പറയാ അടിപൊളിയാണ്, നിങ്ങളെ ആ മെറൂൺ ഷർട്ടിനോട് ബ്ലാക്ക് പാന്റ് ഇട്ടാൽ മതി, അതാകുമ്പോൾ 4 പെൺപിള്ളേർ നിങ്ങളെ നോക്കും, അടിപൊളിയാ. മനസ്സിലുണ്ടാവും ആരും നോക്കരുത് ഈ മനുഷ്യനെന്ന്, പക്ഷെ എന്നാലും അങ്ങനെ പറയുന്നതിൽ ആൻഡ് ദേ ഓൾസോ ഫീൽ പ്രൗഡ് അല്ലെ? ആ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് യു ഗെറ്റ് ഇറ്റ് ഫ്രം യുവർ ഹോം. ഈ എപ്രിസിയേഷനിലൂടെയാണ് നമുക്കൊരു ധൈര്യം, ഒരു ഇതൊക്കെ വരുന്നത്. മുടി വെട്ടിയ വൈഫ് അല്ലെ, കൊള്ളാം, നല്ല ഭംഗിയുണ്ട് തന്നെ കാണാൻ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, നീ ഇങ്ങനെ അഴിച്ചിട്ടാ മതി. ചെറിയ ചെറിയ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക റിലേഷൻഷിപ്പ്. ദ ഫോർത്ത് വൺ ഇസ് ആക്റ്റീവ് ലിസണിങ്. ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുമ്പോൾ 3 R ആണ് നമുക്ക് ആവശ്യം. ആക്റ്റീവ് ലിസണിങ്ങിൽ 3 കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. 1 R ഇസ് റിഫ്ലക്ട് എന്നുള്ളത്. റിഫ്ലക്ട് ചെയ്യുക, ഷോ യുവർ ഫീലിംഗ് എന്നുള്ളത് അല്ലെ? റിഫ്ലക്ട് ചെയ്യുക, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ എന്താ ഫീൽ ചെയ്യുന്നതെന്നുള്ളത് റിഫ്ലക്ട് ചെയ്യുക, കാണിക്കുക, നമ്മൾ തുറന്ന് പറയും. പുള്ളി മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാക്കില്ല, അവള് മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞിരുന്നു. ഇതെന്താ ആൾക്കാരെ അപ്പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സ് വായിക്കണ യന്ത്രമാണോ? പണ്ട് കാലത്ത് ഒരു സീരിയൽ ഉണ്ടായിരുന്നു, മനസ്സ് അറിയും യന്ത്രം എന്ന് പറഞ്ഞാൽ. ഈ പാർട്ട്ണറിന്റെ മനസ്സറിയാൻ വല്ല യന്ത്രം വെച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. സ്പീക്ക് ഇറ്റ് ഔട്ട്. ഇഷ്ടമല്ലേ പറയാം, ഇഷ്ടമാണ് പറയാം, എന്തെങ്കിലും വേണോ പറയാം. കമ്മ്യൂണിക്കേറ്റ് ഇറ്റ്, പറയാന്നുള്ളതാണ്. സെക്കൻഡ് വൺ ഇസ് റീഅഷ്യൂർ എന്നുള്ളത്. ഹൗ ഡു യു റീഅഷ്യൂർ? ഐ ആം വിത്ത് യു എന്നുള്ളത്. ക്യാൻ യു ടെൽ യുവർ പാർട്ട്ണർ രാവിലെ എണീച്ചിട്ട് ഞാൻ നിന്റെ ഒപ്പം ഉണ്ട് കേട്ടോ, അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഷോ. അവർക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ, ഒരു പ്രോബ്ലം വരുമ്പോൾ അല്ലെ, ഇപ്പൊ ഹസ്ബൻഡോ വൈഫോ എന്തെങ്കിലും ഒരു കാര്യം, ഒഫീഷ്യൽ കാര്യങ്ങൾ വീട്ടിലിരുന്ന് ചെയ്യാൻ കുറെ ടൈപ്പ് ചെയ്യാനുണ്ട്, നിങ്ങൾക്ക് അത് ചെയ്തു കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാർട്ട്ണറിന് ഹെൽപ്പ് ചെയ്യൂ, കുറച്ചു നേരം ടൈപ്പ് ചെയ്ത് കൊടുക്കും. ഇനിയിപ്പോ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ടൈപ്പ് ചെയ്യാൻ ഇതൊന്നും അറിയില്ല, അവര് ഡാറ്റയും മാറ്ററും നോക്കി ടൈപ്പ് ചെയ്യാണ് എന്തെങ്കിലും ഒരു മെയിലിന് വേണ്ട കാര്യങ്ങൾ, ജസ്റ്റ് സിറ്റ് ക്ലോസ് ബൈ, റീഡ് ഇറ്റ് അല്ലെ, ഒന്ന് വായിച്ചു കൊടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഞാൻ നിന്റെ ഒപ്പമുണ്ട് എന്നുള്ള ആ തോന്നൽ അവരിൽ എപ്പോഴും പുലർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. റീഅഷ്യൂർ, അതായത് ഇടയ്ക്കെങ്കിലും നിനക്ക് ഞാനുണ്ട് എന്നുള്ള തോന്നൽ പാർട്ട്നേഴ്സ് പരസ്പരം കൊടുക്കേണ്ടത് നിർബന്ധമാണ്. തേർഡ് വൺ ഇസ് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് പാർട്ട്ണർ പറയുമ്പോൾ അവരെ ശ്രദ്ധിച്ച് കേട്ട്, നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ, ഇതില് ഞാൻ എന്തെങ്കിലും ചെയ്യണോ? യൂഷ്വലി വാട്ട് ഹാപ്പൻസ് ഇസ്, പാർട്ട്നേഴ്സിന് പലപ്പോഴും പല കാര്യങ്ങളിലും എന്ത് വേണ്ട, സപ്പോർട്ടേ വേണ്ടൂ, അല്ലാണ്ട് ചെയ്തു തരുമൊന്നും വേണ്ട അല്ലെ? നമ്മളിപ്പോ വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന വൈഫിനോട് ഞാൻ കട്ട് ചെയ്ത് തരണോന്ന് ചോദിച്ചാൽ നിങ്ങൾ വേണ്ട, ഞാൻ ചെയ്തോളാന്ന് പറയുമ്പോൾ എന്നാ ശരി എന്ന് പറഞ്ഞാൽ നേരെ അകത്ത് പോവല്ല.
മൊബൈൽ നോക്കാനായാലും പേപ്പർ വായിക്കാനായാലും ആ പേപ്പർ ഈ ഏറയത്ത് പോയിരുന്ന് വായിക്കുന്ന ബെഡ്റൂമിൽ പോയിരുന്ന് വായിക്കുന്നത് കൊണ്ടുവന്നിട്ട് ഇവർ വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന അവിടെ നിന്ന് വായിച്ചോളൂ. സി ജസ്റ്റ് ടു ഷോ ദാറ്റ് ഞാനുണ്ട്. അതുപോലെ റെസ്പോണ്ട് ചെയ്യുക. എന്ത് കാര്യങ്ങളും അവർ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ റെസ്പോൺസ് കൊടുക്കുക എന്നുള്ളതാണ്. ഐ ആം ഹിയറിങ് യു, ഐ ആം വിത്ത് യു എന്നുള്ളത് തോന്നലുണ്ടാക്കുക. അത് മസ്റ്റാണ്. നമ്മൾ പ്രകടിപ്പിച്ച് തന്നെ മറ്റേ ആൾക്ക് മനസ്സിലാവണം. നമ്മൾ ഭയങ്കര ഫിലിമി ആയിട്ടൊന്നും ചെയ്യണ്ട. ഭയങ്കര എക്സ്ട്രാ ആയിട്ട് നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളൊന്നും ചെയ്ത് ഫലിപ്പിക്കൊന്നും വേണ്ട. നമ്മുടെ പ്രസൻസ് ഉണ്ട്, ഞാനുണ്ട് എന്ന് മറ്റേ ആൾക്ക് തോന്നണം. അതെ, നമ്മൾ പലപ്പോഴും കാണുന്നത് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വരുന്ന പാർട്ട്നേഴ്സ് തമ്മിൽ പറയുമ്പോൾ വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് പല കാര്യങ്ങളും ഇങ്ങനെ എണ്ണി പറയും. അങ്ങനെ അന്ന് ചെയ്തു, ഇന്ന് ചെയ്തു. യൂഷ്വലി ഡു ദിസ്. സോ ദ അതർ പാർട്ട്ണർ പലപ്പോഴും എന്താ പറയുന്നത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളെ, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആളെ. സി ഈ പ്രശ്നം വരുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് തന്നെ വേണം എന്ന് പറയുന്നത് നിർത്തിയിട്ട് ഇടയിൽ അത് ഫീൽ ചെയ്യിപ്പിക്കുക പാർട്ട്ണറിന്. വൺസ് ഇൻ എ വൈൽ, ഭയങ്കര ഹെക്റ്റിക് വീക്ക് യു ഹാഡ്, why don't you go for a lunch on Sundays? സി ഒരു കാര്യം പറയാം. ഈ വീക്കിലെ എല്ലാ ദിവസവും യൂഷ്വലി ഇപ്പൊ പാർട്ട്നേഴ്സിൽ ഒരാൾ വർക്കിംഗ് ആണ്, മറ്റാൾ വർക്കിംഗ് അല്ലെങ്കിൽ ഹസ്ബൻഡ് എപ്പോഴും പറയും ആഴ്ചയിൽ എല്ലാ ദിവസവും വർക്ക് ചെയ്തിട്ട് സൺഡേ ഐ ഓപ്റ്റ് ടു ഗീവ് സം മീ ടൈം, കുറച്ചു നേരം കടന്ന് ഉറങ്ങണം എന്നാ വിചാരിച്ച് വരുമ്പോൾ എനിക്ക് ഈ പുറത്ത് പോകാൻ ഇഷ്ടമില്ല. സി നൗ യു ഹാവ് ടു തിങ്ക് അബൌട്ട് ദ അതർ പേഴ്സൺ. അല്ലെ, അവർ ആഴ്ചയിൽ 6 ദിവസവും വീട്ടിലിരുന്ന് വീട്ടിലെ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട് വാട്ട് ദേ ഫീൽ ഇസ് സൺഡേ ആയിട്ട് വേണം ഒന്ന് പുറത്തു പോകാൻ. അല്ലെ, സി പുറത്ത് പോകാൻ പറ്റില്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ സൗകര്യങ്ങളുണ്ട്, സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ ഉണ്ട്. ഒരു ലഞ്ച്, അന്നത്തെ ലഞ്ച് പുറത്തു പോകാൻ പറ്റില്ലെങ്കിൽ വേണ്ട, നീ ഇന്നൊന്നും കുക്ക് ചെയ്യണ്ട, വാ നമുക്ക് OTT റിലീസിലെ പുതിയ മൂവി കാണാം. അല്ലെ, വീട്ടിലെ പിള്ളേരെയും കൂടി ചേർത്തിട്ടായാലും സ്ക്രീനിലിട്ട് കാണാം, ഫുഡ് ഓർഡർ ചെയ്യാം. ദാറ്റ് ഇസ് എ സ്മോൾ തിങ് ദാറ്റ് യു ക്യാൻ ഡു വൺസ് ഇൻ എ വൈൽ. വൺസ് ഇൻ എ വൈൽ ഇത്തരത്തിലുള്ള ആ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഭയങ്കര ബെനിഫിറ്റ് ഉണ്ടാക്കുന്നതാണ്. ആൻഡ് ദ ഫൈനൽ വൺ ഇസ് ഇന്റൻഷണൽ ടച്ച് എന്നുള്ളത്. അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഇന്റൻഷണൽ ടച്ച് എന്നുള്ളത്. വാട്ട് ഡു യു മീൻ ബൈ ഇന്റൻഷണൽ ടച്ച്? സി ഞാൻ നേരത്തെ പറഞ്ഞു ഫിസിക്കൽ ഇന്റിമസി എന്ന് പറയുമ്പം നിങ്ങൾ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഫിസിക്കൽ ഇന്റിമസി മീൻസ് ഹാവിങ് ഓൾ ദീസ് ബെഡ്റൂം തിങ്സ്, ഹാവിങ് റിലേഷൻഷിപ്പ് ആൻഡ് സെക്സ് എന്നുള്ളത്. നോ, ഇന്റൻഷണൽ ടച്ച് എന്ന് പറയുന്നത് ഭയങ്കര കണക്ടിവിറ്റി ഉള്ള ഒരു സാധനമാണ്. നമ്മൾ റിലേഷൻ, ബിക്കോസ് വി ഹാവ് പീപ്പിൾ കമ്മിങ് ടു അസ് ആൻഡ് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ കാര്യങ്ങളും ചോദിക്കും. അല്ലേ, നമ്മൾ ഡിവോഴ്സിന്റെ കാര്യങ്ങളും ഇതൊക്കെ വരുമ്പോൾ പാർട്ട്നേഴ്സ് തമ്മിൽ പ്രശ്നങ്ങളായിട്ട് വരുമ്പോൾ വി ആസ്ക് എവറിത്തിങ്, ഈച്ച് ആൻഡ് എവറി ക്വസ്റ്റ്യൻ വി ആസ്ക് ദം. എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയണം എന്നുള്ളതാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഒരു വക്കീലിനോടും ഡോക്ടറോടും കള്ളം പറയരുത് എന്ന് പറഞ്ഞാൽ വി എക്സ്പെക്ട് ദ പീപ്പിൾ ടു ടെൽ എവറിത്തിങ്. അപ്പൊ ചിലവരിങ്ങനെ പറയില്ല, അപ്പൊ വി ഗോ ഓൺ ആസ്കിങ് ക്വസ്റ്റ്യൻസ് ടു ദം. പല കാര്യങ്ങളും നമ്മളോട് ചോദിക്കുമ്പോൾ സി having a sexual relationship between a partner does not mean everything is okay എന്നുള്ളത്. Because we have so many cases where partners തമ്മിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടാവും, പക്ഷെ അവർ തമ്മിൽ ഒരു തരത്തിലുള്ള ഒരു ഇമോഷണൽ കണക്ട് ഉണ്ടാവില്ല എന്നുള്ളതാണ്. സോ നമ്മൾ ഇവിടെ പറയുന്നത്, ഒരു ടൂളായിട്ട് പറയുന്നത് ഇന്റൻഷണൽ ടച്ച് ആണ്. ഇന്റൻഷണൽ ടച്ച് കൊണ്ട് എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ് ഹോർമോൺസ് കുറയും, അതുപോലെ വ്യക്തികൾ തമ്മിലുള്ള കണക്ഷൻ കൂടും എന്നുള്ളതാണ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്റൻഷണൽ ടച്ച് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ കൈ പിടിക്കുക എന്നുള്ളത്, മനസ്സിലായില്ലേ? ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ഉരുള വാരി കൊടുക്കുക എന്നുള്ളത്, ഹഗ് ചെയ്യുക എന്നുള്ളത്, എവറിത്തിങ് മാറ്റേഴ്സ്. ഷോൾഡറിൽ ഒന്ന് കൈ വെക്കുന്നത്, മനസ്സിലായില്ലേ? എന്തെങ്കിലും സംസാരിക്കുമ്പോൾ കൈ ഹോൾഡ് ചെയ്യുന്നത്. ദിസ് ഓൾ മീൻസ് റീഅഷ്യൂറിങ് യുവർ റിലേഷൻഷിപ്പ്. ആ ടച്ചിന് ഭയങ്കര മാജിക് ആണ്, മനസ്സിലായില്ലേ? ആ ടച്ചിന് ഭയങ്കര മാജിക് ആണ്. സോ ഇന്റൻഷണൽ ടച്ച് റിലേഷൻഷിപ്പിൽ കൊണ്ടുവരണം. വാട്ട് ഹാപ്പൻസ് ഇസ്, കാലങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിൽ അവരുടെ തന്നെ പ്രയോറിറ്റീസ് മാറി, ഓഫീസ് കാര്യങ്ങൾ, കുഞ്ഞുങ്ങൾ, പ്രാരാബ്ധം, അല്ലെ, മനുഷ്യന്മാരല്ലേ, നമ്മൾ എന്തോരം കാര്യം ചിന്തിക്കും. ഇതൊക്കെ ചിന്തിക്കാൻ എവിടെ നേരം? പക്ഷെ ഇതൊക്കെ കുറച്ച് ചിന്തിക്കണം, കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം, ഇല്ലെങ്കിൽ ഒരുപാട് ചിന്തിക്കേണ്ടി വരും. ഒരു എക്സ്റ്റെൻഡ് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക എവിടെയാണ് നമ്മൾ ഈ ഒരു പ്രശ്നം നമ്മുടെ ഇടയിൽ വന്നത് എന്നുള്ള ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരു അത്താപ്പത്തില്ല, എവിടെ, എന്ത്, എങ്ങനെ, എപ്പോ, നോ ഐഡിയ. വി ഡോണ്ട് ഹാവ് എനി കൈൻഡ് ഓഫ് ഐഡിയ. നമ്മൾ എവിടെയാണ് ആ റിലേഷൻ മിസ് ചെയ്ത് പോയത്, അല്ലെങ്കിൽ എവിടെയാണ് ആ പ്രോബ്ലം വന്നത് എന്നുള്ളത് നമുക്ക് റീകളക്ട് ചെയ്യാൻ പറ്റില്ല. സോ ഇന്റൻഷണൽ ടച്ച് ഇസ് ഓഫ് കോഴ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് തിങ് എന്നുള്ളതാണ്. സോ ദീസ് ആർ ദ ബേസിക് ടൂൾസ് ടു റീകണക്ട് ഇമോഷണലി. സി ഓരോ റിലേഷനിലും മാറും. ഇത് ജനറലി ഉണ്ടാവുന്ന ഒരു റിലേഷനിൽ വരുന്ന ഗ്യാപ്പുകളെ കറക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഓരോ റിലേഷനിലും പ്രോബ്ലംസിന്റെ ഇന്റൻസിറ്റി ഡിഫറെന്റ് ആണ്, പ്രോബ്ലം ഡിഫറെന്റ് ആണ്, ആൻഡ് ഫോർ ദാറ്റ് ദ സൊല്യൂഷൻ ഇസ് ഓൾസോ ഡിഫറെന്റ്. ഇതൊക്കെ ബേസിക്
നമ്മളെ ഇന്നിപ്പം ടച്ച് വുഡ് ആർക്കും പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ ആസ് ഓഫ് നൗ. പക്ഷെ നാളെ ഒരു കാലത്ത് നമ്മുടെ റിലേഷനിൽ ഈ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും തുടങ്ങുന്നുണ്ട്, ഉടലെടുക്കുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഷുവർ ആയിട്ട് ഈ കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ബെറ്റർ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. ഇതിപ്പം കല്യാണം കഴിയാത്തവർക്കും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു റിലേഷനിൽ വരുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും. റിലേഷൻ യാഥാർത്ഥ്യം എപ്പോഴും ഡിഫറെൻ്റ് ആണ് എന്നുള്ള ആ ഒരു ആക്സെപ്റ്റൻസ് ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. രണ്ട് വ്യക്തികളും ഡിഫറെൻ്റ് ആണ്, ഡിഫറെൻ്റ് ആഗ്രഹങ്ങൾ, ഡിഫറെൻ്റ് സ്വപ്നങ്ങളും ഡിഫറെൻ്റ് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ അവരെയൊക്കെ അവരുടേതായ ഒരു സ്പേസ് വെച്ചുകൊണ്ട് തന്നെ ആ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു റിഫ്ലക്ഷൻസ് ഇതുവരെ ഇല്ലെങ്കിൽ, ഇപ്പൊ നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളും റീകണക്ട് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ട്രൈ ഔട്ട് ചെയ്യാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് ആ കുഞ്ഞു കാര്യം, അല്ലെ, ആ ഒരു കുഞ്ഞു കാര്യം ഇല്ലാത്തത് എന്താണ് എന്ന് ശ്രദ്ധിക്കുക. അത് പതുക്കെ മോഡിഫൈ ചെയ്ത് കൊണ്ടുവരിക. ഈ കേട്ടത് മുഴുവൻ നാളെ പ്രയോഗിക്കൊന്നും വേണ്ട. ഇതിൽ എന്തെങ്കിലുമൊക്കെ കുറേശ്ശെ പ്രയോഗിക്കുക. മീ ടൈം കൊണ്ടുവരിക. കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ്സിൽ നമ്മൾ കേട്ടു, അതായത് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴും ഒക്കെ ചെയ്യുമ്പോഴും ഒരു മീ ടൈം ഒക്കെ വെച്ച്, അല്ലെ, ഡൈനിങ് ടേബിളിൽ ഫോൺ അവോയ്ഡ് ചെയ്യുക. there should be a zone where there is no ഇത് ഗാഡ്ജറ്റ്സ് എന്നുള്ളത്. കുട്ടികൾ ഒരു സൈഡിൽ മൊബൈൽ, ഭർത്താവ് ഒരു സൈഡിൽ മൊബൈൽ, ഭാര്യ ഒരു സൈഡിൽ മൊബൈൽ, അതൊന്നും വേണ്ട. ദീസ് ഹാബിറ്റ്സ് ആയിട്ട് നമ്മൾ കൊണ്ടുവരണം, അറ്റ്ലീസ്റ്റ് ആ ഒരു മൊമെന്റ് എന്നുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈച്ച് ആൻഡ് എവ്രി ആക്ട് ദാറ്റ് വി ഡു വിൽ ബി ചെറിഷ്ഡ് ടുമാറോ. ഇപ്പോഴല്ല, നമ്മൾ ആലോചിക്കാറില്ലേ പല കാര്യങ്ങളും. എൻ്റെ വീട്ടിൽ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛനമ്മയും റിലേറ്റ്, അല്ലെ, നമ്മൾ രണ്ട് രീതിയിൽ റിലേറ്റ് ചെയ്യും. നല്ലൊരു കുട്ടിക്കാലം, നല്ല സ്നേഹമുള്ള പാരന്റ്സിനെ കണ്ടു വളർന്നാണെങ്കിൽ നമുക്ക് അതിനോടൊരു ഇതുണ്ടാവും. വീട്ടിൽ എന്നും അടി ഉണ്ടായി കുടിച്ചു വന്ന് തല്ലുന്ന ഒരു അച്ഛനാണ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ റിലേഷനിലും അതേ എഫക്ട്സ് ആയിരിക്കും തോന്നുക. നമുക്ക് കുടിക്കാത്തൊരു ഹസ്ബൻഡ് ആണെങ്കിൽ പോലും വേറെ പ്രശ്നങ്ങളിൽ നമുക്ക് പ്രശ്നം ഉണ്ടാവും, നമുക്ക് കോപ്പപ്പ് ചെയ്യാൻ പറ്റാത്തത്. സോ ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ ടു ഹാവ് ഇഷ്യൂസ് ഇൻ എവറി റിലേഷൻഷിപ്പ് ബിക്കോസ് രണ്ടുപേരും വ്യത്യസ്ത ധ്രുവങ്ങളിൽ വരുന്നവരാണ്, വ്യത്യസ്ത ആശയങ്ങളും ഇതിലും വളർന്നവരാണ്, ആഗ്രഹങ്ങളുള്ളവരാണ്. എല്ലാ ചിന്താഗതികളും സെയിം ആവണമെന്ന് നമ്മൾ ഷാഠ്യം പിടിക്കരുത്. നമ്മൾ എന്താ ചെയ്യാൻ പറ്റുക, നമ്മൾ എന്തുണ്ടെങ്കിലും തുറന്നു പറയാം. ആവശ്യങ്ങളായാലും, അല്ലെ, ഞാൻ ഇന്ന് വിചാരിച്ചു, എന്തിനു വിചാരിച്ചു, ഞാൻ ഇന്ന് വിചാരിച്ചു പുറത്തു പോയപ്പോൾ നിങ്ങൾ എനിക്കത് മേടിച്ചു തരുന്നു പറഞ്ഞു ഒരു 10 ദിവസം കഴിഞ്ഞിട്ട്. ഇനി ചിലർ പറയില്ല, എന്നാലും എന്നോട് ചോദിക്കായിരുന്നു എനിക്കത് വാങ്ങിച്ചു തരുമെന്ന്, എന്നാലും അങ്ങോട്ട് നോക്കിയില്ല, മിണ്ടിയില്ല. ഇതിന് പകരം അതേസമയം എനിക്കത് ഇഷ്ടമായി, എനിക്കത് വേണം, അല്ലെങ്കിൽ ഇന്നത് എനിക്ക് ചെയ്യണം എന്നുണ്ട്, ഞാൻ ചെയ്യട്ടെ, എന്റെ അഭിപ്രായം എന്താ, ഇത്തരത്തില് തുറന്നു പറയാം. മറ്റേ ആള് നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കുക. സോ ഐ തിങ്ക് ഞാൻ ടൈം ഒരുപാട് എടുത്തു എന്ന് തോന്നുന്നു. യെസ്, ടൈം ഏതാണ്ട് 1 മണിക്കൂർ ആവാറായി. സോ വിൽ വൈൻഡ് അപ്പ്, ഐ ഗെസ്. സോ ഡിസ്കണക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് എൻ എൻഡ്, അവസാനമല്ല ഡിസ്കണക്ഷൻ, കേട്ടോ. ഡിസ്കണക്ഷൻ എന്ന് പറയുന്നത് തുടക്കമാണ്. ആ ഡിസ്കണക്ഷൻ എന്നുള്ളത് ഇപ്പൊ ഇങ്ങനെ നിന്നിരുന്നത് ഇങ്ങനെ ആയി തുടങ്ങിയിട്ടുള്ളൂ. ഓക്കെ, ഇത് കംപ്ലീറ്റ് ഇങ്ങനെ ആവണം വരെ കാത്തിക്കണ്ട. ഈ ബോണ്ടിൽ എവിടെയെങ്കിലും ഒക്കെ ചെറിയ ഒരു വിടൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ചെയ്ത് അത് കുറച്ചും കൂടി സ്ട്രോങ്ങർ ആക്കാൻ നോക്കുക എന്നുള്ളതാണ്. ആൻഡ് ഇറ്റ് ഈസ് പോസിബിൾ, റീകണക്ഷൻ ഇസ് പോസിബിൾ വിത്ത് അവെയർനെസ്, എഫേർട്ട് ആൻഡ് എംപത്തി. ഈ 3 സാധനങ്ങളും റിലേഷൻഷിപ്പിൽ കൊണ്ടുകഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം, കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറിനെ വേണ്ട, നിങ്ങൾ വേണ്ട എന്ന് വെക്കാനുള്ള ഘട്ടത്തിലാണെന്നുണ്ടെങ്കിൽ അത് ആ രീതിയിൽ ചിന്തിക്കാം നമുക്ക്. പക്ഷെ ആ റിലേഷൻഷിപ്പിന് നിങ്ങൾ വാല്യൂ കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി make small changes, visible changes, and the result will be entirely different എന്നുള്ളതാണ്. അത് 2 പാർട്ട്ണറും ഒരേപോലെ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, 2 പേരും ഒരേപോലെ ചെയ്യണം എന്നുള്ളതാണ്. ഇതിന്റെ റെക്കോർഡിംഗ് കിട്ടുമ്പോൾ ഉറക്കെ വെച്ചോളൂ, പാർട്ട്ണറിനെ കേൾപ്പിക്കണമെന്നുണ്ടെങ്കിൽ. ഇതിന്റെ റെക്കോർഡ് എന്തായാലും കിട്ടും. അപ്പൊ റെക്കോർഡ് അവനോ കേൾക്കുന്ന പോലെ സൗണ്ട് കൂട്ടി വെച്ചാൽ മതി. പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് അങ്ങോട്ട് പറയാൻ പറ്റില്ലല്ലോ പാർട്ട്ണറിനോട്. ഹസ്ബൻഡ് വൈഫിനോടോ, വൈഫിന് ഹസ്ബൻഡിനോടോ പറയാൻ പറ്റില്ല. അപ്പൊ ഈ വീഡിയോ റെക്കോർഡിംഗ് കിട്ടുമ്പോൾ ഈ യൂട്യൂബ് ക്ലാസ് ഒക്കെ കാണുന്ന പോലെ ഉറക്കം കണ്ടിട്ട് വെക്കുക. അപ്പൊ മറ്റേ പാർട്ട്ണറും അതാ ഇപ്പൊ വിചാരിച്ചതേ, ഇത് മൂപ്പരെയും കൂടെ അടുത്തെത്തിയിട്ട് കേൾപ്പിക്കണമായിരുന്നു എന്ന് വിചാരിക്കുന്നു. അത് ചെയ്താൽ മതി കേട്ടോ. നമ്മള് ക്ലാസ് നമ്മൾ ഉറക്കം അങ്ങോട്ട് വെക്കുക. ആരോ പറയണ ഒരു ക്ലാസ് യാദർച്ഛികമായിട്ട് യൂട്യൂബിലെ യാദർച്ഛികമായിട്ട് നമ്മൾ കണ്ടതാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധം ഉറക്കം അങ്ങോട്ട് വെച്ചു കേട്ടോട്ടെ പാർട്ട്ണർ, കേട്ടോ. അപ്പൊ ഐ തിങ്ക് ദ ക്ലാസ്
പക്ഷെ എന്താ ഇതിന്റെ എന്താ അവസാനം കേൾപ്പിക്കരുത്. അവസാനം ഇപ്പൊ പറഞ്ഞത് കേൾപ്പിക്കരുതെന്ന് പറഞ്ഞ്. പുള്ളിയും കൂടെ കേൾക്കണായിരുന്നു ആ എന്നൊക്കെയുള്ള അതെ അതെ അയ്യോ ഇത് റെക്കോർഡിംഗ് ആണ് പോയിന്റ് ആണ് ആരാ പറഞ്ഞത് ഇറ്റ് വാസ് നോട്ട് വിസിബിൾ ആരാ പറഞ്ഞത് ഇപ്പൊ പറഞ്ഞതോ അജിഷ. ഇപ്പൊ പറഞ്ഞത് അത് ഭയങ്കര വാല്യുബിൾ പോയിന്റ് കേട്ടോ ഞാൻ ഓർത്തില്ല വാല്യുബിൾ പോയിന്റ് ആണ് അപ്പൊ ഏതാണ്ട് ഒരു 3/4 ഭാഗമൊക്കെ ആവുമല്ലോ ഞാൻ ഈ വൈൻഡപ്പ് ചെയ്യാണ് ഇന്നത്തെ സെഷൻ ഒരുപാട് സമയമായി എന്നൊക്കെ കേൾക്കുമ്പോൾ അങ്ങോട്ട് നെറ്റ് ബഫറിംഗ് ആയി പോയി എന്ന് വിചാരിച്ചാൽ മതി കേട്ടോ അപ്പൊ എനിക്കറിയാം ഒരു ഇതിൽ 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 ഐ തിങ്ക് 90% ഓഫ് ദ തിങ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നവരാണ് അല്ലെ നമ്മളൊക്കെ മുതിർന്നവരാണ് വി ഓൾ നോ ദിസ് ഇറ്റ്സ് ക്വൈറ്റ് നോർമൽ തിങ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തെന്നുള്ളത് പക്ഷെ ഈ ചില നോർമൽ തിങ്സ് ചില യൂഷ്വൽ തിങ്സ് വെൻ വി ഹിയർ ഇറ്റ് ഫ്രം സമ്മൺ എൽസ് അപ്പോഴാണ് നമുക്കൊരു ഇൻസൈറ്റ് ഉണ്ടാവുന്നത് അല്ലെ ശരിയാണല്ലോ എന്നൊരു തോന്നൽ ഉണ്ടാവുന്നത് മറ്റൊരാളുടെ വായിൽ നിന്ന് കേൾക്കുമ്പോഴാണ് അപ്പൊ ഐ ഹോപ്പ് ദ സെഷൻ വാസ് ഹെൽപ്ഫുൾ ഫോർ യു എന്താണ് ആർക്കെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കൺവേ ചെയ്യാനുണ്ടെങ്കിൽ പറയാം It was one of the best class, ma'am. Thank you very much. ഗ്രേറ്റ് ആയിരുന്നു മാം. നല്ല വാല്യുബിൾ പോയിന്റ്സ് ആയിരുന്നു. Yes, of course, ma'am. Very informative class. താങ്ക് യു അപ്പൊ അവനവന്റെ ലൈഫിൽ അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ ഈ പരാതിയും പരിവട്ടവും പറയുന്ന ആൾക്കാര് അവരോടൊക്കെ പറയാ മാം എക്സ്ക്യൂസ് മീ മാം ഓൾറെഡി ഡിസ്കണക്ട് ആയി നിൽക്കുന്നവരെ നമ്മൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ചെയ്യാൻ പറ്റുമോ അത് പാരന്റ്സ് അതായത് രണ്ടുപേരുടെ പാരന്റ്സ് ഇൻവോൾവ് ആയുള്ള കാര്യങ്ങൾക്ക് എങ്ങനെ നമുക്കത് അവരെ എടുക്കാൻ പറ്റും എന്നുള്ളത് ഒന്ന് എനിക്ക് പറഞ്ഞുതരാമോ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് ആളുകളുണ്ട് അല്ലെ റിലേഷൻഷിപ്പിൽ ശരിക്കും പറഞ്ഞാൽ ഡിസ്കണക്ഷൻ എന്ന് പറയുന്നത് ആദ്യ ഘട്ടങ്ങളിലാണ് നമുക്ക് ആ വ്യക്തികൾ തമ്മിൽ നമുക്ക് തീർക്കാൻ പറ്റുന്നത് എന്നോട് ഈ ചോദ്യം ആരാ ചോദിച്ചത് ഞാൻ റംസിയ റംസിയ നമ്മൾ സാധാരണ ഗതിയിൽ നമ്മൾ ഡിസ്കണക്ഷൻ എന്ന് പറയുന്നത് കറക്റ്റ് ചെയ്യുന്നത് പാർട്ട്നേഴ്സ് തമ്മിൽ ഉണ്ടാവുന്ന ആദ്യ ഘട്ടങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 വർഷമോ 15 വർഷമോ ആയിക്കോട്ടെ ഇവർ സെപ്പറേറ്റഡ് ആവാതെ നിൽക്കുന്നിടത്തോളം കാലമാണ് നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇൻപുട്ട് ചെയ്ത് കറക്റ്റ് ചെയ്യാൻ നോക്കുന്നത് ഓക്കെ ഇനി രണ്ടാമത് ഈ പാരന്റ്സ് ഇൻവോൾവ് ചെയ്ത് കഴിയുമ്പോൾ ദിസ് ഗെറ്റ്സ് ഇൻ ടു ദ നെക്സ്റ്റ് ലെവൽ എന്നുള്ളതാണ് ഈ പാർട്ട്നേഴ്സ് പോലും അറിയാത്ത കാര്യങ്ങളായിരിക്കും രണ്ട് ഭാഗത്തുനിന്ന് പുറത്തു വരിക നമ്മൾ ചിലപ്പോൾ ദേഷ്യത്തിന്റെ പുറത്ത് അല്ലെ പാർട്ട്ണറിന്റെ ദേഷ്യത്തിന്റെ പുറത്ത് നമ്മൾ വീട്ടുകാരോടൊക്കെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവും നൗ ദീസ് പീപ്പിൾ ടേക്ക് ഇൻ ടു ദ നെക്സ്റ്റ് ലെവൽ എന്നുള്ളതാണ് ദീസ് പീപ്പിൾ ടേക്ക് ഇൻ ടു ദ നെക്സ്റ്റ് ലെവൽ അപ്പൊ അങ്ങനെയുള്ള കേസസിൽ നമ്മൾ പേഴ്സണലി അവരോട് സംസാരിക്കേണ്ടി വരും നമുക്കിപ്പോ ഒരു ഇതിപ്പോ നമ്മളൊരു ജനറൽ ക്ലാസ് അല്ലേ എടുത്തത് റംസിയ നമ്മൾ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ആ വ്യക്തികളുടെ ഇടയിൽ എത്രത്തോളം ഡിസ്കണക്ഷൻ സംഭവിച്ചു ഈ ഡിസ്കണക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്ന രണ്ടുപേരും രണ്ട് വീട്ടിലാവും അല്ലെ ഇല്ലില്ല അവര് ഇതുവരെ ഒരുമിച്ചായിരുന്നു ഇപ്പൊ അവര് പുറത്താണ് അബ്രോഡ് ആയിരുന്നു ഇപ്പൊ ഒരു 2 ദിവസം മുമ്പ് അവര് ഒരുമിച്ച് വന്ന് ആ കുട്ടീനെ അവരെ വീട്ടിൽ കൊണ്ടുവിട്ടു അവര് അതായത് ആ കുട്ടീനെ കൊണ്ടു വിടുമ്പോ ഒന്നുമില്ല ആ കുട്ടി വിട്ട ഡ്രസ്സ് മാത്രമായിട്ട് അതിനെ കൊണ്ടു വിട്ട് പോയി കുട്ടീനെ അവരെ വീട്ടിലാക്കിയിട്ട് നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ വാട്ട് ഹാപ്പൻസ് യൂഷ്വലി നമ്മൾ കേൾക്കുന്ന ആ സ്റ്റോറി ആയിരിക്കില്ല വാട്ട് ദീസ് പീപ്പിൾ വിൽ ഹാവ് ടു സേ എന്നുള്ളത് നമ്മൾ ഭയങ്കര ഇൻഡെപ്തിലേക്ക് പോയി കഴിയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയും ഇപ്പൊ ഒരു ചെറിയൊരു ഏരിയ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിക്ക് ആവും തോന്നുന്നു വി ഹാഡ് സം വൺ അവര് രണ്ട് പേരും തമ്മിൽ ഡിവോഴ്സ് എന്നുള്ളത് അതായത് പെൺകുട്ടി ആദ്യ പ്രാവശ്യം വീട്ടിൽ വന്ന് നിന്നു വീട്ടുകാര് നിർബന്ധിച്ച് വിട്ടു രണ്ടാമത് ഈ ചെക്കൻ എന്തൊക്കെയോ ചീത്ത വിളിക്കുന്നത് അച്ഛൻ കേട്ടു അച്ഛൻ വീട്ടിലേക്ക് കൊണ്ടുവന്നു രണ്ടുപേരും രണ്ട് വീട്ടിലാട്ടോ നിൽക്കുന്നത് സോ ഇവ നോക്കുമ്പോൾ കാര്യമായ പ്രശ്നമൊന്നുമില്ല പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ചെയ്തു തരൂല 10-15 ദിവസം കഴിഞ്ഞിട്ട് ആലോചിച്ചിട്ടാവാന്ന് പറയും അങ്ങനെയൊക്കെയാണ് ഇവര് പറഞ്ഞ കാര്യങ്ങൾ കേട്ടോ ഒരു 5 സെഷൻസും കഴിഞ്ഞ ഒരു കുട്ടിയാണ് ഈ കുട്ടീൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ച് ചകഞ്ഞ് വന്നപ്പോൾ യു വോണ്ട് ബിലീവ് വാട്ട് ഷീ റിവീൽഡ് ഇവര് ഫിസിക്കലി ഒന്നിച്ച് നിൽക്കുന്ന സമയത്ത് ഉള്ള വീഡിയോസ് ഈ ആൾ എടുക്കുകയും ആൻഡ് ഹി സെൻസ് ദീസ് ഇൻ ഹെർ മെയിൽ എന്നുള്ളതാണ് ആലോചിച്ച് നോക്കൂ ക്യാൻ യു ഇമാജിൻ 5 സെഷൻസ് കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞ ഒരാള് ഇത്തരത്തിലൊരു കാര്യവും പറഞ്ഞിട്ടില്ല പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ നമുക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ല കുറെ സൊല്യൂഷൻസ് നമ്മൾ പറഞ്ഞു കൊടുത്തു ഒരു കണക്ട് ചെയ്യാനേ പക്ഷെ കണക്ട് ചെയ്യാൻ വേണ്ടി കുറെ സൊല്യൂഷൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ദ സ്റ്റോറി ഈസ് കമ്മിങ് ഔട്ട് റംസിക്ക് തോന്നുന്നുണ്ടോ അത്തരത്തിലൊരു കാര്യം വരുമ്പോൾ നമുക്ക് അവരെ കണക്ട് ചെയ്യാൻ തോന്നിക്കുമോ തീർച്ചയായിട്ടും ഇല്ല അങ്ങനെ തോന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിപ്പോ ജനറൽ ആയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാൻ ഒരു പാടുമില്ല ഒരുപാട് ആളുകളെ നമ്മൾ ഇതുപോലെ കണക്ട് ചെയ്തിട്ട് അവരിന്ന് ഹാപ്പി ആയി മുന്നോട്ട് പോയ ആളുകളുണ്ട് പക്ഷെ ആക്ച്വൽ ഡിസ്കണക്ഷന്റെ റീസൺസ് നമ്മൾ അറിയണം
ഈ ചില്ലറ ചില്ലറ കാര്യങ്ങളാണെങ്കിൽ അപ്പൊ മാം റീസെന്റ് ഇപ്പൊ നമ്മൾ അബ്രോഡ് വെച്ച് കുറെ കുട്ടികൾ സൂയിസൈഡ് ചെയ്യുന്ന കുറെ കേസസ് നമ്മൾ കേട്ടിരുന്നു. യെസ് അപ്പൊ നമുക്കൊരു പേടിയായിരുന്നു. അവരവിടെ ഒരുമിച്ച് താമസിക്കുന്നുണ്ടെങ്കിലും അവർ ഡിസ്കണക്റ്റഡ് ആണ്. അങ്ങനെ ആയിരുന്നു. ഇപ്പോഴാണ് അവര് നാട്ടിൽ വന്നത്. ഇപ്പൊ 2 ദിവസമായിട്ടുള്ളൂ വന്നിട്ട് അവര്. ഇതിലെ വലിയൊരു പങ്ക് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ഈ കേസസ് ഒക്കെ കേൾക്കുന്നതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല റംസിയ, എല്ലാ കേസിലും ശ്രദ്ധിച്ചു നോക്കിയേ, ഈ കഥകൾ പുറത്തു വരുമ്പോൾ ഇവരുടെ റിലേറ്റീവ്സും പാരന്റ്സും എല്ലാവരും പറയുന്നുണ്ട് അവള് പലപ്പോഴും അത് പറഞ്ഞു, അവള് പലപ്പോഴും ഇത് പറഞ്ഞു, അവള് വീഡിയോസ് അയച്ചു. ഹാവ് യു സീൻ ഓൾ ദീസ് കമന്റ്സ് കമ്മിങ് അപ്പ്? യെസ് യെസ്. സോ അവിടെ ഡിസ്കണക്ഷനും ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ്. സോ വാട്ട് ഡിഡ് ദേ വെയിറ്റ് ഫോർ? അല്ലേ? അതെ, അതന്നെ ഞങ്ങൾ അവരോട് ചോദിക്കട്ടെ, എന്തിനു ഇത്ര വെയിറ്റ് ചെയ്തു? എനിക്ക് അപ്പോഴേ പറഞ്ഞു പോരായിരുന്നില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മളവർ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ ഇപ്പൊ. അപ്പൊ അവർക്ക് അങ്ങനെ വരാതിരിക്കാനുള്ള വേറൊരു കാരണം അവരുടെ ഉണ്ടാവും. സി എവ്രി വൺ ഹാസ് റീസൺസ്. വരാതിരിക്കാൻ എല്ലാവർക്കും ചുഴിഞ്ഞു പോയാൽ ദേ ഹാവ് എ റീസൺ എന്നുള്ളതാണ്. ഇപ്പൊ ഇതിലൊക്കെ ചിലപ്പം NPD-യുടെ ഇഷ്യൂസ് ആവാം. അയാൾ ആ ഒരു രീതിയിൽ പിന്നെ 17 വയസ്സ് 17.5 വയസ്സിലൊക്കെ കല്യാണം കഴിച്ച കുട്ടികളാണ്. തീർച്ചയായും നമ്മുടെ 18 വയസ്സാകുമ്പോൾ കല്യാണം കഴിച്ച കുട്ടിയാണ്. എനിക്കിപ്പം ഈ റീസെന്റ് ഇങ്ങനെ പ്രശ്നങ്ങളായിട്ട് പറഞ്ഞു വന്ന കേസിലെല്ലാം 17.5 വയസ്സ് 18 വയസ്സ് 19 വയസ്സിനുള്ളിൽ കല്യാണം കഴിച്ച കുട്ടികളാണ്. കല്യാണം കഴിച്ച് പോയി കഴിയുമ്പോൾ ഇവരുടെ മൈൻഡില് ഓൾറെഡി ഈ ഫാമിലിന്നും ആയാലും ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, ഭർത്താവ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഭർത്താവിന്റെ വീട്ടുകാരെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ പറയും. ചെറിയ കുഞ്ഞു മനസ്സല്ലേ, കുഞ്ഞു മനസ്സിന് അതൊരു ഉറച്ചു പോകും, സിമെന്റ് ഇട്ട് ഉറച്ചു പോകുന്ന പോലെയാണ് അല്ലെ. ചില സാധനങ്ങൾ അങ്ങനെയാണ്. നമ്മൾ എന്തൊക്കെ ശ്രമിച്ചാലും അത് ചുരണ്ടിയെടുക്കാൻ പാടാണടാ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മൈൻഡിൽ എംബഡഡ് ആയി. അപ്പൊ അവർക്ക് എന്താ തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിട്ടുപോകുന്നു കഴിഞ്ഞാൽ ഞാൻ തെറ്റാണ്, എന്റെ ഭാഗത്താണ് തെറ്റ്. അവര് ഓൾറെഡി ആ റിലേഷൻ ശരിയാവാത്തതിന് കാരണം ഞാനാണെന്ന് ഈ കുട്ടികളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇപ്പം മരിക്കുമ്പം ആ കുട്ടിക്ക് 30 വയസ്സോ 32 വയസ്സോ 35 വയസ്സോ ഉണ്ടാവാം, 40 ഉണ്ടാവാം. പക്ഷെ ഈ 17 വയസ്സ് 15 വയസ്സ് തൊട്ട് ഈ മനസ്സിൽ കുമിഞ്ഞു കൂടിയിട്ടുള്ള കുറേ നോഷൻസ് ഉണ്ട്, അവർക്ക് ധാരണകളുണ്ട്. ഈ ധാരണയുടെ മുകളിലാണ് കുട്ടികൾ ജീവിക്കുന്നത്. ഇപ്പൊ ഈ ലാസ്റ്റ് കേസിൽ കുറെ ഉണ്ട് ആ കേസ്, അത് നമുക്ക് ഇങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്. ആ കേസിൽ ലാസ്റ്റ് ആ കുട്ടിയോട് ചോദിക്കുമ്പോൾ ആ കുട്ടി പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ ശരിയാവും എന്ന് വിചാരിച്ചു. ഐ ആസ്ക്ഡ് ഹെർ വൈ ഡിഡ് യു കം ഔട്ട് എന്ന് ചോദിക്കും. ഒരു കുഞ്ഞായി 3.5 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. വൈ ഡിഡ് യു കം? ചേട്ടൻ ശരിയാവും എന്ന് വിചാരിച്ചു, എല്ലാരും പറഞ്ഞു ചേട്ടൻ ശരിയാവും. സോ ജസ്റ്റ് ഇമാജിൻ, അതിൽ ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ആ കുട്ടി പറഞ്ഞു. പക്ഷെ ആ കുട്ടിയുടെ തോട്ട് പ്രോസസ്സ് ഉണ്ടോ, ശരിയാവും ഇത് ശരിയാവില്ല എന്നുള്ളത് ആ ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ അവരുടെ മനസ്സ് അങ്ങനെ ആയിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതിലൊക്കെ അങ്ങനെ തന്നെയാണ്. അവരെന്ന് വെച്ച് കഴിഞ്ഞാലേ ഈ 17 വയസ്സ് 18 വയസ്സിലൊക്കെ പോയിട്ട് തുടക്കത്തിലുള്ള ആ റിലേഷനും അല്ലെങ്കിൽ കിട്ടുന്ന ആ ഒരു കൺസിഡറേഷനും ഒക്കെ കാണുമ്പോൾ ഇവരെ വേറൊരു ലെവലിലേക്ക് പ്രതിഷ്ഠിക്കും റിലേഷൻഷിപ്പിൽ. ഇതിപ്പോ നമ്മൾ പുറത്തറിയാത്തതുകൊണ്ടാണ്. വി ഹാവ് പീപ്പിൾ, പെൺകുട്ടികൾ പ്രോബ്ലമാറ്റിക് ആയിട്ട് ആൺകുട്ടികൾ ബുദ്ധിമുട്ടുന്നതുകൊണ്ട് കുറെ പേര്. പക്ഷെ നമ്മുടെ ഒരു കൾച്ചർ വെച്ച് ആൺകുട്ടികൾ ദുഃഖം പറയാന്ന് പറയുമ്പം അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ് അല്ലെ. കരയുന്ന ആണ് എപ്പോഴും വീക്ക് ആണെന്നുള്ളൊരു സൊസൈറ്റിയാണ് വാട്ട് വി ഹാവ്. പക്ഷെ അങ്ങനെയൊന്നുമില്ല, വികാരങ്ങള് വിഷമങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. സോ ഇപ്പൊ ഈ പർട്ടിക്കുലർ കേസില് നമുക്ക് പാടില്ല എന്നാണല്ലോ സൊസൈറ്റി പൊതുവെ പഠിച്ചു വെച്ചിരിക്കുന്നത്. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് കേട്ടില്ലേ, അയ്യേ ഒരു ആൺകുട്ടിയായിട്ട് നീ ഇങ്ങനെ കരയോടാ. ഞാനൊക്കെ കുട്ടിക്കാലത്ത് കേൾക്കുമ്പോ എനിക്ക് ഭയങ്കര ദേഷ്യമാണത്. എന്താ ആൺകുട്ടികൾക്ക് കരയാൻ പാടില്ലേ, അല്ലെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ ഇത് ചെയ്യണം. അത് കുറച്ചൊക്കെ നമ്മുടെ സൊസൈറ്റൽ ഇഷ്യൂസും ആ ഒരു പ്രഷറൊക്കെ ഉള്ളത് കൊണ്ടാണ് കേട്ടോ റാസ്മിയ. നമുക്ക് യഥാർത്ഥത്തിൽ എന്താണ് അവരുടെ പ്രശ്നം എന്നുള്ളത് അറിഞ്ഞ് മനസ്സിലാക്കി സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ, സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കാന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ കുറച്ച് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പൊ അതിൽ നിന്ന് റിക്കവർ ചെയ്ത് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. ഇനി അതല്ല, ഇത്രയും നമ്മൾ ഈ പറഞ്ഞ പോലെ ഭയങ്കര പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതിലുണ്ടോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. അങ്ങനെ ഐഡന്റിഫൈ ചെയ്തിട്ട് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ വി കനോട്ട് പുഷ് ദോസ് പീപ്പിൾ ടു സ്റ്റേ ടുഗെദർ അല്ലെ. തീർച്ചയായിട്ടും. പക്ഷെ ആ കുട്ടിക്ക് ഇപ്പോഴും പറയണത് നല്ലപോലെ പോണേ ഞാൻ പോവാം എന്നുള്ളതാണ് കുട്ടി പറഞ്ഞത്. നല്ലപോലെ പോവാത്തത് എന്താണെന്നും നല്ലപോലെ പോവാന്ന് പറഞ്ഞാൽ എന്താണെന്നും എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് ആ കുഞ്ഞിനോട് ചോദിക്കണം, ആ കുട്ടിയോട് ചോദിക്കണം കേട്ടോ. ബിക്കോസ് ഒരുപാട് ആൾക്കാരുണ്ട്, ഒരു 3 കുട്ടികളായി, എല്ലാ സാമ്പത്തികം, അപ്പൊ എന്താണ് ഡിവോഴ്സ് ആണോടാ ആവശ്യം എന്ന് ചോദിച്ചപ്പോ റീസെന്റ് ഒരു കുട്ടി പറഞ്ഞത് ഈ ഡിവോഴ്സ് എനിക്ക് വേണമെന്നില്ല, വേണ്ട എന്നില്ല. അപ്പോഴും മനസ്സിലായോ രാസ്മിയ, ഡിവോഴ്സ് വേണമെന്നില്ല, പുള്ളി ശരിയാക്കി കറക്റ്റ് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഒന്നിച്ച് ജീവിക്കാം. ഈ കറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഏത് മേഖലയിലാണ് കറക്റ്റ് ചെയ്യേണ്ടത്? പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ അതർ സൈഡ് കേൾക്കുമ്പോഴാവും അവർക്ക് എന്താ പറയാനുള്ളത് മനസ്സിലാവുക. വി യൂഷ്വലി വാട്ട് ഹാപ്പൻസ് ഇസ് വി ജഡ്ജ് തിങ്സ് ബൈ ഹിയറിംഗ് വൺ സൈഡ് അല്ലെ.
നമുക്ക് ഈ പെൺകുട്ടി പ്രിയപ്പെട്ടതായതുകൊണ്ടും പെൺകുട്ടിയോട് നമുക്ക് അടുപ്പമുള്ളത് കൊണ്ടും ആ കുട്ടി പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. യൂഷ്വലി നമ്മൾ രണ്ട് സൈഡും കേട്ടിട്ട് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കിപ്പോ വേഗമായിട്ട് ഇങ്ങനെ ഒരു കാര്യത്തിന് ഒരു കറക്റ്റ് പെർഫെക്റ്റ് സൊല്യൂഷൻ എനിക്ക് തരാൻ പറ്റില്ല. റസ്മിക്ക് മനസ്സിലാവേണ്ടെന്ന് വിചാരിക്കുന്നു. അറിയാം അത് കുറച്ച് പ്രോബ്ലമാറ്റിക് ആണ് ഇതുള്ളത്. അതാണ് ഞാൻ ചോദിച്ചത്. ഇപ്പൊ രാസ്മിക്ക് ഇത് പറയുമ്പോൾ ഇതിൽ അറിയുന്ന കുറെ കാര്യങ്ങൾ നമുക്കിപ്പോ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്യാൻ പറ്റില്ലല്ലോ. ഇല്ല തീർച്ചയായിട്ടും ഇല്ല. അപ്പൊ പറ്റൂടാ, ഡിസ്കണക്റ്റഡ് ആയി രണ്ട് വീട്ടുകാർ ഇടപെട്ടു എന്ന് വിചാരിച്ചിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊന്നുമില്ല. നമുക്ക് ചിലപ്പോൾ വീട്ടുകാർക്കും ഇത് തരത്തിൽ അതാണ് എനിക്കറിയേണ്ടത്. കറക്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. ഓരോരുത്തർ പ്രോബ്ലം അറിഞ്ഞാലല്ലേ പറയാൻ പറ്റുള്ളൂ നമുക്ക്. അതെ, അത്രേ ഉള്ളൂ. നമ്മളിപ്പോ പറയില്ലേ ഈ അസുഖത്തിന് ചികിത്സയില്ല. എന്താണ് അസുഖം, ഏത് സ്റ്റേജ് അല്ലെ? നമ്മൾ പറയും ക്യാൻസർ വന്നു ഇനിയിപ്പോ രക്ഷയില്ല. അങ്ങനെയാണോ? അല്ല. ക്യാൻസർ ഏത് ടൈപ്പ് ഓഫ് ക്യാൻസർ ആണ്, ഏത് ഭാഗത്ത് വന്നു, എന്തൊക്കെ ട്രീറ്റ്മെന്റ് കൊടുത്തു, എന്തൊക്കെ ട്രീറ്റ്മെന്റ് കൊടുക്കാം, ദർ ആർ ലോട്ട് ഓഫ് തിങ്സ് അല്ലെ. ഏത് 4th ഗ്രേഡിലാണോ 3rd ഗ്രേഡിലാണോ ഏത് ഗ്രേഡിലാണ് നിൽക്കുന്നത്, അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും നോക്കിയിട്ടല്ലേ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. ശരിയായ ട്രീറ്റ്മെന്റ് ശരിയായ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ക്യാൻസർ ഒക്കെ മാറി എത്രയോ പേര് ജീവിക്കുന്നില്ലേ. പക്ഷെ ജനറലി യൂഷ്വലി പീപ്പിൾ എന്താ പറയാ, ഓ ക്യാൻസർ ആണ്. അങ്ങനെയൊന്നുമല്ല, ക്യാൻസർ കഴിഞ്ഞ് എത്ര പേര് നന്നായി അടിപൊളിയായിട്ട് ജീവിക്കുന്നില്ലേ. പേഴ്സണലി വി നോ സോ മെനി പീപ്പിൾ ഒരു കുഴപ്പമില്ലാതെ ഇയർലി വൺസ് ഒരു RCC ചെക്കപ്പ് മാത്രം ബാക്കിയുള്ള എത്രയോ ആളുകളില്ലേടാ. അതുപോലെയാണ് കേട്ടോ. നമുക്ക് അവര് എന്താണ് ഏത് ലെവലിൽ അവരുടെ റിലേഷൻഷിപ്പ് എത്തി, എത്ര വേഴ്സ്റ്റ് ആണ്, ആക്ച്വൽ റീസൺസ് എന്താണ് എന്നൊക്കെ അറിഞ്ഞിട്ടാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഡെഫിനറ്റ്ലി റീകണക്റ്റഡ് ആണ്, ഡിസ്കണക്റ്റഡ് ആണ്, പിരിഞ്ഞ് വേണ്ടാന്ന് വെച്ച് രണ്ട് വീട്ടിൽ പോയിട്ട് വീണ്ടും തിരിച്ചു വന്ന് ഒന്നിച്ച് ഹാപ്പി ജീവിക്കുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട്. So definitely it is possible until and unless we know actually what is the crux, എന്താണ് പ്രോബ്ലം എന്ന് അറിയട്ടെ കേട്ടോ. അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. വളരെ നല്ല സെഷൻ ആയിരുന്നു അർച്ചന മാമിന്റെ. അതുപോലെ തന്നെ ഒരുപാട് ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് നോളജ് നമുക്ക് കിട്ടി റിലേഷൻഷിപ്പിനെ കുറിച്ച്. ഒരു ഫാമിലി ലൈഫിൽ എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട എന്നുള്ള വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഇത് പലർക്കും അറിയില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്, സത്യമാണ്. ഒരു ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട് നീ നന്നായിട്ടുണ്ട്, വെളുത്തിരിക്കണു, അടിപൊളി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഈ പറച്ചിലൊക്കെ അങ്ങ് മാറും. അത് ഓൾറെഡി അവരുടെ തലയിൽ വലിയ വലിയ കാര്യങ്ങളാണ്. പിന്നെ ഈ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് അവരുടെ ശ്രദ്ധ പോകുന്നതേ ഇല്ല എന്നുള്ളതാണ്. പക്ഷെ അവർക്ക് അവരുടേതായ സ്പേസ്, ഒരു ഒറ്റയ്ക്കുള്ള ഒരു യാത്ര, അല്ലെ മക്കള് വലുതായി ഇനിയാണോ എന്ന് പറയുന്ന പലരും ഉണ്ട്. അപ്പൊ അതല്ല, അതൊക്കെ വേണം. നമ്മുടെ ബെഡ്റൂമിൽ സെക്സ് ഒരിക്കലും മരിക്കാൻ പാടില്ല, എത്ര പ്രായമായാലും. അതിന് ഈ വൈഫ് തന്നെ മുൻകൈ എടുത്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതിനൊക്കെ നമ്മുടെ ലൈഫിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പൊ ഇവിടെ പറഞ്ഞ പല പ്രശ്നങ്ങളിലും എന്താണ് അതിനകത്ത് നടക്കുന്നത് എന്നുള്ളത് രണ്ട് കൂട്ടരെ നമ്മൾ ഒരുമിച്ചിരുത്തി സംസാരിച്ചാൽ മാത്രമേ നമുക്ക് അതിനുള്ളൊരു സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കാൻ പറ്റൂ. ഈ പറഞ്ഞ പോലെ ചെറിയൊരു പുഴുക്കുത്തായിരിക്കും ഇരുന്നിരുന്ന് വലിയ വ്രണമായി മാറുന്നത്. പിന്നെ അത് നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ പറ്റാത്തൊരു സ്റ്റേജിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അത് ഈ കാര്യങ്ങൾ ഇപ്പൊ ഇവിടെ കേട്ടവരൊക്കെ ഈ പറഞ്ഞ പോലെ ഭർത്താവിനെ കേൾപ്പിക്കുക എന്ന് പറയുന്നവര് ഒരു പക്ഷേ നമ്മുടെ ഭാഗത്ത് എന്തുണ്ട് അവര് നമ്മളോട് എന്ത് പറയുന്നു എന്നുള്ളതല്ല, നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നുണ്ടോന്ന്. എനിക്ക് സമാധാനമുള്ള ജീവിതം അല്ല കിട്ടിയിരിക്കുന്നത്, എൻ്റെ ജീവിതം നശിച്ചു എന്ന് പറയുമ്പോഴും നമ്മൾ എത്രത്തോളം അങ്ങോട്ട് കൊടുക്കുന്നുണ്ടോ എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോ കൊടുത്തത് ഇങ്ങോട്ട് കിട്ടും എന്ന് പറയുന്നത് കിട്ടിയാൽ ലാഭം അല്ലേ, കൊടുക്കുന്നതേ കിട്ടുള്ളൂ എന്ന് പറയും, കിട്ടിയാൽ ലാഭം. അത്രേ ഉള്ളൂ. അതൊന്നും നമുക്ക് വാട്ട് ഹാപ്പൻസ് ഇസ് ജനറലി കുറച്ച് കഴിയുമ്പോൾ റിലേഷനൊക്കെ നമ്മൾ വി ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് അല്ലേ, വി ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. താങ്ക് യു ജാസ്മിൻ മാം ഫോർ ദ വാല്യുബിൾ ഫീഡ്ബാക്ക്. ഈ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡിൽ ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ നിർത്താം. ഈ ഒരു പ്രണയത്തിലായിരുന്ന രണ്ടാളുകൾ വർഷങ്ങൾക്ക് ശേഷം അവർ പറയാണ്, ഭാര്യ ഭർത്താവിനോട് പറയാണ്, നമ്മൾ പ്രേമിച്ച കല്യാണം കഴിച്ചു അല്ലേ, 4-5 വർഷം പ്രേമിച്ച് കല്യാണം കഴിച്ചു, കല്യാണം കഴിഞ്ഞ് ഇപ്പം 5-8 വർഷമായി. പണ്ട് നിങ്ങൾ എന്നോട് എത്ര നന്നായിട്ടാണ് ഓരോ കാര്യങ്ങൾ ഭയങ്കര മൈന്യൂട്ടായിട്ട് എന്നെ ശ്രദ്ധിച്ചിരുന്നത്, ഇപ്പോൾ നിങ്ങൾ അങ്ങനെയൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഭർത്താവിന്റെ മറുപടി ആണ് ഇൻട്രസ്റ്റിംഗ്. ഭർത്താവ് പറഞ്ഞെന്താണെന്നറിയോ, പ്രേമിക്കുന്ന കാലത്തേ നീ എന്നെ ഇട്ടിട്ട് പോകുന്നുള്ള പേടി എനിക്കുണ്ടായിരുന്നു, കല്യാണം കഴിച്ചപ്പോൾ പിന്നെ അത് പേടിക്കണ്ടല്ലോ, കിട്ടിക്കഴിഞ്ഞല്ലോ. സോ നമുക്ക് കിട്ടുന്ന വരെ നമുക്ക് നിന്നോട് കൗതുകം, കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മുടെയാണ്, അത് അവിടെ ഇങ്ങനെ എടുത്തു വെച്ചു.
വി ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് റിലേഷൻഷിപ്പ് എന്നുള്ളതാണ്. അത് ഒരിക്കലും പാടില്ല. എത്ര കാലം കഴിഞ്ഞാലും ഇറ്റ്സ് ഓൾവേസ് എ ഫ്രഷ് സ്റ്റാർട്ട്. എത്രയൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിക്കോട്ടെ. ഇപ്പൊ റാസ്മിയ പറഞ്ഞ പോലത്തെ കേസിൽ 2 ധ്രുവങ്ങളിലേക്ക് 2 വീടുകളിലേക്ക് എത്തുന്നതിന് മുമ്പ് ആ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പറ്റും. ഇറ്റ് ഇസ് ക്വൈറ്റ് നോർമൽ. പ്രശ്നങ്ങളില്ലാത്ത ആരുമില്ല, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടാവും. ബട്ട് ഇറ്റ് ഇസ് അബൌട്ട് ഹൗ യു മാനേജ് ഇറ്റ്. പിന്നെ ഇപ്പം ജാസ്മിൻ മാം പറഞ്ഞതുപോലെ കിട്ടുന്നില്ല എന്ന് പറയുന്ന പോലെ നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്നും കൂടി ഒന്ന് നോക്കുക. നമ്മളും നമ്മുടെ പാർട്ട് ചെയ്തിട്ട് ആണോ നമുക്ക് കിട്ടാത്തത് എന്നും കൂടി നമ്മളും നമ്മളെ കുറിച്ചൊരു പുനർചിന്തനം, അല്ലെ? അങ്ങനെയല്ലേ പറയാം, ഒരു പുനർചിന്തനം അപ്പൊ പുനർചിന്തനം നടത്തും. ഇന്ന് ക്ലാസ് കേട്ടവരൊക്കെ പോയിട്ട് ചെറുതായിട്ട് മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കുക, ഒന്ന് റൊമാൻറ്റിക് ആവുക, ഒരു ഐ ലവ് യു ഒക്കെ പറയുക. ഓവറാക്കി ക്ലാസിന്റെ എഫക്റ്റ് ആണെന്ന് പറഞ്ഞ് എന്നെ ആപ്പിലാക്കരുത്. എന്നിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ വന്നിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു, എനിക്ക് അതിന്റെ ഇമ്പാക്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത് പറയുക, അല്ലെ? അതൊക്കെയാണ് നമ്മുടെ ഈ ക്ലാസ് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഉപകാരം എന്ന് പറയുന്നത്. കേട്ട് പോയത് കൊണ്ട് കേട്ട ഫലം, ചെയ്ത ഫലം. ഓക്കെ, എനിവേ അർച്ചന മാമിന്റെ ക്ലാസ് വളരെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലായി. പക്ഷെ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, അല്ലേ? ഒന്നും ഒരു എവറസ്റ്റ് കീഴടക്കുന്ന ഒരു ഇതൊന്നും നമുക്കിവിടെ പറഞ്ഞിട്ടില്ല. എല്ലാം നിസ്സാരമാണ്, വളരെ നിസ്സാരം. ജസ്റ്റ് ഒന്ന് മുഖത്തേക്ക് നോക്കുക, ചിരിക്കുക, ഒരു കൊള്ളാം, അടിപൊളി, സുന്ദരിയായിരിക്കുന്നു എന്ന് പറയാം, ഡ്രസ്സ് അടിപൊളിയായിരിക്കുന്നു എന്ന് പറയാം, അല്ലേ? എനിവേ ഡ്രസ്സിന്റെ കാര്യം പറയുമ്പോൾ അർച്ചന മാമിന്റെ ലുക്ക് സൂപ്പർ, അതും കൂടെ പറയണമല്ലോ. ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ? അതർവൈസ് വി വിൽ വൈൻഡ് അപ്പ്. ഇപ്പൊ തന്നെ പറഞ്ഞു കമ്മല് നല്ലതാണെന്ന്. ഓക്കെ, അർച്ചന മാമിന്റെ അവതരണം വളരെ രസകരമായിരുന്നു. തുടക്കം തൊട്ട് അവസാനം വരെ നമ്മൾ ചിരിക്കുന്നുണ്ട്, തലകുലുക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ സമയം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഭയങ്കര ഒരുപാട് ഇൻഫർമേഷൻസ് ഇങ്ങനെ കുഞ്ഞാണ്, സംഭവം കുഞ്ഞാണ്. പക്ഷെ നമ്മൾ ആരും അത് മനസ്സിലാക്കപ്പെടാതെ പോകുന്ന കുറെ കാര്യങ്ങളാണ്. പക്ഷെ അത് എനിക്ക് തോന്നുന്നു ഇനി ഇതിലേക്ക് കല്യാണമെല്ലാം കഴിക്കാൻ പോണ ആൾക്കാർക്കൊക്കെ ഇങ്ങനത്തെ ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുത്താൽ ഒരുപാട് വാല്യുബിൾ പോയിന്റ്സ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി അങ്ങോട്ടേക്ക്. അതേപോലെ തന്നെ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ നമ്മൾ അവിടെ പിടിക്കണം. ഇതേപോലത്തെ ടിപ്സ് ഒക്കെ നമ്മൾ അറിയുന്നവരൊക്കെ അങ്ങ് ഷെയർ ചെയ്താലേ വലിയ കുറേ ഡൈവോഴ്സ് കുറഞ്ഞു കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും അർച്ചന മാം വളരെ രസകരമായ രീതിയിലാണ്, രസകരം എന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു ഫസ്റ്റ് തൊട്ട് അവസാനം. ലാംഗ്വേജും വളരെ ലളിതമായ ഭാഷയിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ അത് പറഞ്ഞു ഫലിപ്പിച്ചു. ലാംഗ്വേജ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജില്, പക്ഷെ എല്ലാം വളരെ കൃത്യമായിട്ട് പറഞ്ഞു എന്നുള്ളതാണ്. താങ്ക് യു അർച്ചന മാം, താങ്ക് യു വെരി മച്ച്. താങ്ക് യു ജസീന മാം, താങ്ക് യു. സിമ്പിളുടെ ഇതുവരെയുള്ള ക്ലാസ്സിൽ ഒക്കെ PPT ഉണ്ടായിരുന്നു. അതാണ് ഞാൻ മാമിന് PPT പ്രസന്റ് ചെയ്യണ്ടോന്ന് ചോദിച്ചത്. അതുകൊണ്ടാണ്. അതുപോലും ഇല്ലാതെ മാമിന്റെ എക്സ്പ്രഷൻസിലൂടെ തന്നെ വളരെ എന്റർടൈനും എൻഗേജ്ഡും ആയിരുന്നു ക്ലാസ്സിന്. നമുക്ക് വേറെ ഒന്നിൽക്കും ഇപ്പോ മുന്നത്തെ മാം പറഞ്ഞ മാതിരി നമുക്ക് വേറെ ഒന്നിൽക്കും ശ്രദ്ധ പോയിട്ടില്ല. നമ്മള് PPT വെച്ച് നമ്മൾ പറയേണ്ട ഒരു ടോപ്പിക് അല്ലല്ലോ നമ്മുടെ. നമുക്ക് വി കനോട്ട് ലിമിറ്റ്. നമ്മൾ പെട്ടെന്ന് നമ്മുടെ മൊമെന്റിൽ വരുന്ന എക്സാമ്പിൾസും മനസ്സിലേക്ക് വരുന്ന അനുഭവങ്ങളുമാണ് നമ്മുടെ കഥ എന്ന് പറയുന്നത്. അല്ല, അതുപോലും ഇല്ലായിട്ട് പോലും നമുക്ക് അത്രയും ഇൻട്രസ്റ്റില് മാമിനെ കേട്ടിരിക്കാനും മാമിന്റെ എക്സ്പ്രഷൻസിന് അതിൽ നിന്ന് തന്നെ വളരെ എന്റർടൈൻഡ് ആയിട്ട് ഇരിക്കാനും പറ്റി. നന്നായിട്ട് ഇൻഫോർമേറ്റീവ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ബാക്കി ഫീഡ്ബാക്ക് ഒക്കെ നിങ്ങൾ നേരിട്ട് അറിയിക്കാം. മാമിന്റെ നമ്പർ ഉണ്ടെങ്കിൽ നേരിട്ട് അറിയിക്കാം, അല്ലെങ്കിൽ ഫൈസൽ സാറിന് സെൻഡ് ചെയ്താൽ മതി. സാറ് ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്തോളും. എനിവേ ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും, ഇൻട്രോ പറഞ്ഞ ജസീന മാം, അതുപോലെ നമുക്ക് ഇത്രയും സമയം ഒരു മടുപ്പും കൂടാതെ നല്ല പ്ലസന്റ് ആയിട്ട് ആ ഒരു ചിരി അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. അർച്ചന മാമിന്റെ നല്ലൊരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു മുഖത്തോടു കൂടി നമുക്ക് ഇത്രയും സമയം ക്ലാസ് എടുക്കുകയും ഒരുപാട് ചെറിയ കാര്യങ്ങളാണെങ്കിൽ കൂടി നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറെ കാര്യങ്ങളാണ്. സംഭവം സിമ്പിൾ ആണെങ്കിലും അത് ഇതൊക്കെ വലിയ ഇമ്പാക്റ്റ് ഒരു ലൈഫിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് അത് എല്ലാ ഭാഗത്തും, അത് ഡെയിലി ലൈഫിലായാലും ഫാമിലി ലൈഫിലായാലും ഒക്കെ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എനിവേ ഇതുവരെ നമ്മളുമായിട്ട് സഹകരിച്ച എല്ലാവർക്കും താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. പിമ്പിൾ അക്കാഡമിയുടെ അടുത്ത ടീം നെക്സ്റ്റ് ഇതുപോലെ ഒരു ടോപ്പിക്കായിട്ട് ഇനിയും വരും. നമ്മുടെ 19th ബാച്ചിലെ ഓരോ പാർട്ടിസിപ്പൻസും ഇങ്ങനെ
ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് ഈ ട്രെയിനർ സ്റ്റോക്കിൽ ചൊവ്വ അതുപോലെ ശനി ദിവസങ്ങളിൽ. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ട്രെയിനേഴ്സിൻ്റെ, അതായത് നമ്മൾ ട്രെയിനിങ് ബാച്ച് കഴിഞ്ഞ് ഇറങ്ങിയവരുടെ ടോക്കാണ്. അപ്പോൾ ഇനിയും ഇതുപോലെ വാല്യുബിൾ ആയിട്ടുള്ള അടിപൊളി ക്ലാസ്സുകളുമായിട്ട് വരുന്നതായിരിക്കും. എനിവേ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. പാർട്ടിസിപ്പേഷൻ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ഞാൻ ചാറ്റ് ഇപ്പോഴാണ് നോക്കുന്നത്. നിയർലി 40+ ചാറ്റ്സ് ഉണ്ടായിരുന്നു. സോറി, ക്ലാസ്സിന്റെ ആ ഒരു ഇതിൽ ഐ കുഡിൻ സി ഓൾ ദീസ് ചാറ്റ്സ്. അപ്പോൾ ചാറ്റിലൂടെ സെഷനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞ എല്ലാവർക്കും നന്ദി. അതുപോലെ ഐ തിങ്ക് നിയർലി 72 പാർട്ടിസിപ്പൻസ് വരെ ഞാൻ കണ്ടിരുന്നു. സോ ഐ എം റിയലി ഹാപ്പി. ഇത്തരത്തില് ഒരുപാട് പേര് വന്നു, സപ്പോർട്ട് ചെയ്തു, ഉടനീളം കേട്ടു. ഇപ്പൊ ലാസ്റ്റ് ഫീഡ്ബാക്കും കാര്യങ്ങളായിട്ടും വി ഹാവ് അറൌണ്ട് 40+ പീപ്പിൾ ഓവർ ഹിയർ. സോ താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് റിയലി എ പ്ലഷർ. എല്ലാവരുടെയും സപ്പോർട്ടും ഇന്ററാക്ഷൻസും എല്ലാം വളരെ നന്നായിരുന്നു. താങ്ക് യു സോ മച്ച്. അപ്പൊ താങ്ക് യു കേട്ടോ. കോൺടാക്ട് നമ്പർ വേണമെന്നുണ്ടെങ്കിൽ വിൻബിളില് ഫൈസൽ സാറിന്റെ അടുത്ത് ചോദിച്ചാൽ മതി. സാർ എന്താണെന്ന് വെച്ചാൽ ഡിസൈഡ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, സാറിനോട് പറഞ്ഞാൽ മതി, വിൻബിളിനെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഹാവ് എ ഗ്രേറ്റ് നൈറ്റ്. എല്ലാവരും സുഖമായിട്ട് ഉറങ്ങി. നാളെ മുതൽ വളരെ റിഫ്രഷ് ആയിട്ട് കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയാവട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. താങ്ക് യു.